റോമർക്ക് ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി വായിച്ചേ. റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഒരിക്കൽ കൂടെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇന്ന് പകൽ ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള യാഗം. ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? ജീവനുള്ള യാഗം. സമാഗമന കൂടാരത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. ദേവാലയത്തിലും ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. യാഗപീഠം അത് ആരാധനയാണ് കുറിക്കുന്നത്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് സ്കൂളിൽ പോകാൻ, അതിനുശേഷം കോളേജിൽ പോകാൻ, പിന്നെ ഡിഗ്രി ആഫ്റ്റർ ഡിഗ്രി എടുക്കാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി സമ്പാദിപ്പാൻ, IELTS എഴുതുവാൻ, വടക്കേ അമേരിക്കയിൽ മഞ്ഞു പൊഴിയുന്ന ദേശത്തേക്ക് മാറ്റിപ്പാർപ്പിപ്പാൻ. ഇതൊന്നുമല്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വേണ്ടിയാണ്. പലർക്കും ആ ടെലഗ്രാം ദൂത് എത്തിയില്ലെന്നറിയാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് പണം സമ്പാദിക്കാനല്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനല്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. യേശു ഈ ദിവസങ്ങളൊന്ന് കടന്നു വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹള ധ്വനിയോടും കൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടും. അങ്ങനെ സ്വർഗത്തിൽ നാം കടന്നുപോയി എന്നും എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. അവിടെ കൺവെൻഷൻ കാണത്തില്ല, അവിടെ ക്രൂസൈഡ് കാണത്തില്ല, അവിടെ ബൈബിൾ സ്റ്റഡി കാണത്തില്ല. പക്ഷെ അവിടെ ആരാധന മാത്രമേ കാണത്തുള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജിസനെ സ്തോത്രം, എനിക്ക് ഒരു പരിപാടിയില്ല, എൻ്റെ പരിപാടി ഈ ഭൂമിയിലേ ഉള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജിസനെയും ലോഡ്സനെയും പോലെയുള്ളവരുടെ പരിപാടി അവിടെയും തുടർന്നു കൊണ്ടിരിക്കും. കാരണം സ്വർഗത്തിൽ അവിടെ ആരാധനയുണ്ട്. സോ ആരാധനയ്ക്ക് അർത്ഥമായി ഒരു യാഗപീഠം സ്തോത്രം ദേവാലയത്തിനുമുണ്ടായിരുന്നു, അതുപോലെ സമാഗമന കൂടാരത്തിനുമുണ്ടായിരുന്നു. ആ യാഗപീഠത്തിൽ സ്തോത്രം അതേ ഡിവൈനും ഹ്യൂമനും തമ്മിൽ സ്തോത്രം ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പോയിന്റാണ് ഓൾട്ടർ. യാഗപീഠത്തിലാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സ്തോത്രം അതേ കണ്ടുമുട്ടുന്നത് അഥവാ സ്പർശിക്കുന്നത്. നാച്ചുറലും സൂപ്പർ നാച്ചുറലും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് യാഗപീഠം. സ്തോത്രം ഭൗമമണ്ഡലവും സ്വർഗമണ്ഡലവും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് ഈ യാഗപീഠം. യാഗപീഠത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുവാൻ തക്കൊണ്ട് കഴിയും. അർത്ഥം, നിങ്ങൾ ഹെവൻലി സ്വർഗീയമായ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ, സൂപ്പർ നാച്ചുറലായ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ദിവ്യമായ ഡിവൈൻ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു യാഗപീഠം ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടെ, സ്വർഗീയമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ ആ സ്വർഗത്തിൻ്റെ നോളജ് ആകട്ടെ, സ്വർഗത്തിൻ്റെ അറിവാകട്ടെ, സ്വർഗത്തിൻ്റെ ജ്ഞാനമാകട്ടെ, സ്വർഗത്തിൻ്റെ ബുദ്ധിയാകട്ടെ, സ്വർഗീയ കഴിവുകളാകട്ടെ, എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏതോ സെമിനാരിയിൽ നിന്നോ താഴത്തെ സ്പെൻസർ എന്ന് അറിയപ്പെടുന്ന കടയിൽ നിന്നോ അല്ല കടന്നു വരുന്നത്. പകരം നിങ്ങളുടെ ആരാധനയാകുന്ന യാഗപീഠത്തിൽ നിന്നാണ് സ്വർഗത്തിലെ സകല നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വർഗീയമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിപ്പാൻ, ദൈവദത്തമായിട്ടുള്ള സൂപ്പർ നാച്ചുറലായ ദൈവത്തിൻ്റെ പ്രവർത്തികളും ദൈവിക സ്പർശനവും നിങ്ങളിലും നിങ്ങളുടെ തലമുറയിലും കുടുംബത്തിലും വെളിപ്പെടുവാൻ, സ്തോത്രം ദിവ്യമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൺഡേ ആൾട്ടർ അല്ല വേണ്ടിയത്, ഒരു ഞായറാഴ്ച ആരാധന അല്ല വേണ്ടിയത്. അണഞ്ഞു പോകാത്ത, ഞാൻ ആവർത്തിക്കുന്നു, അണഞ്ഞു പോകാത്ത ഒരു യാഗപീഠം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ.
ഈ ആൾട്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സ്തോത്രം, ഈ യാഗപീഠങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് 3 ലെവൽസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എൻ്റെ വിഷയം അതല്ലെങ്കിലും പേഴ്സണൽ ആൾട്ടർ, ഫാമിലി ആൾട്ടർ ആൻഡ് കോർപ്പറേറ്റ് ആൾട്ടർ. ഒന്ന്, വ്യക്തിപരമായി നിങ്ങൾക്കൊരു ആരാധന രീതി ഉണ്ടായിരിക്കണം. വ്യക്തിപരമായി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. 2, കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. കുമ്പനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അറിയാവുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. കുമ്പനാട്, ഹല്ലേലൂയ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കുമ്പനാട്. 2 കാര്യങ്ങളില്ല, സ്തോത്രം, 2 കാര്യങ്ങളില്ല. 1, സിനിമാ തിയേറ്റർ കുമ്പനാട് ഇല്ല. 2, ബാർ കുമ്പനാട് ഇല്ല. ഓ കമാൻ, സിനിമാ തിയേറ്റർ, സ്തോത്രം, അതെ, കുമ്പനാടില്ല, ബാറില്ല. ഉറങ്ങി വന്ന ആരാണ്ട് കണ്ണു തുറന്നു നോക്കി, എവിടെ ബാർ എന്നല്ല ഞാൻ പറയാൻ വന്നത്, സ്തോത്രം, അതെ, ഇവിടെയൊക്കെ ചുറ്റുപാട് എങ്ങാണ്ടൊക്കെ ബാർ ഉണ്ടായിരിക്കും, പക്ഷെ കുമ്പനാട് ബാറില്ല. കാര്യം, സ്തോത്രം, അവിടെ മുഴുവൻ ദൈവ മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ബാപ്റ്റിസ്റ്റ് ബ്രദേഴ്സ്, മറുവശത്ത് പെന്തക്കോസ്റ്റൽ ബ്രദേഴ്സ്. സ്തോത്രം, ഇന്നും നിങ്ങൾ അതിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ, കുമ്പനാട് പുല്ലാട് ഏരിയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ, സ്തോത്രം, 7 മണി മുതൽ 8 മണി വരെയുള്ള, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത്, അല്ലെങ്കിൽ പുലകാലങ്ങളിൽ ഒരു വീട്ടിൽ നിന്ന്, സ്തോത്രം, അതെ, ഒരു പാട്ട് കേൾക്കുമ്പോൾ മറ്റേ വീട്ടിൽ നിന്ന് വേറൊരു പാട്ട് കേൾക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് സങ്കീർത്തനം വായിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ വേറെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നു. അർത്ഥം, അതുകൊണ്ട് ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ്ട് ഇപ്രകാരം അല്പം അപ്സെറ്റായി പറഞ്ഞു, കോടിക്കണക്കിന് രൂപകൾ ആർക്കും, സ്തോത്രം, ആരും സ്പർശിക്കാതെ വണ്ണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞിരിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനം മൂടിയിരിക്കുന്നത് അങ്ങ് ദൂരെ ചാവക്കാടല്ല, കുമ്പനാടെന്ന് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ. കാരണം ആരാധന എവിടെയുണ്ടോ, ആരാധനയുള്ളിടത്ത് അനുഗ്രഹം ഉണ്ട്, ആരാധനയുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾക്കൊരു ആരാധന രീതി വേണം. 2, നിങ്ങളുടെ കുടുംബത്തിൽ വേണം. 3, കോർപ്പറേറ്റായി സൺഡേ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, സഭയായി കൂടി വരുമ്പോൾ ദൈവത്തെ, സ്തോത്രം, നാം ആരാധിക്കുന്നവർ ആയിരിക്കണം. സോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, അതെ, യോഹന്നാൻ സുവിശേഷം 4:24 പറയുന്നു, പിതാവായ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കുന്നു. 2 കൊരിന്ത്യർ 3:17 പറയുന്നു, കർത്താവ് ആത്മാവ് ആകുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ആരാകുന്നു കർത്താവ്? കർത്താവ് ആത്മാവ് ആകുന്നു. ആ ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കുന്നു. ഓ, യോഹന്നാൻ 4:24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 25-ാം വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെ ഉള്ളവരെയല്ലോ പിതാവ് അന്വേഷിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. ആരാധന എവിടെയുണ്ടോ അവിടെ കർത്താവ് ഇറങ്ങി വരുന്നു. ഓ, കർത്താവിനെ ഇറക്കി നിർത്താൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കിലോ കണക്കിന് സ്വർണമോ, കിൻഡൽ കണക്കിന് ഡോളറോ, ഹല്ലേലൂയ, കിൻഡൽ കണക്കിന് 2000 രൂപയുടെ നോട്ടോ, പേരിന്റെ കൂടെ എഴുതുന്ന ഡിഗ്രിയോ, ഏതെങ്കിലും രാഷ്ട്രീയ കണക്ഷനോ, ഏതെങ്കിലും പുറമേയുള്ളതായ കാര്യങ്ങളോ കാണിച്ചാൽ അപ്പച്ചന പഞ്ചായത്തിൽ വരത്തില്ല. എന്നാൽ എവിടെയാണ് സ്തുതിയും ആരാധനയും ഉള്ളത്, അവിടെ നിശ്ചയമായി അവൻ ഇറങ്ങി നിൽക്കുകയാണ്. യെസ്, നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയമായ അഗ്നി മേക്കപ്പ് തൂണുകൾ നിങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. 4000 വർഷങ്ങൾക്ക് മുമ്പ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ കടന്നുപോയപ്പോൾ അവരോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നത് പോലെ വീടിനകത്ത്, വീടിന് പുറത്ത്, വാഹനങ്ങളിൽ, ഇന്ന് നാളെ എല്ലാ മേഖലകളിൽ തൊട്ടറിയുന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നും നിങ്ങളെ കൂടെ ഇരിക്കണമെങ്കിൽ, കമാൺ, സൺഡേ മറ്റേ പാരമ്പര്യം മാറ്റിവെച്ച്, ടൈം നോക്കാതെ, ദിവസം നോക്കാതെ, ദിവസങ്ങളും കാലങ്ങളും നോക്കാതെ, അളവില്ലാതെ നമ്മെ സ്നേഹിച്ച അളവില്ലാത്ത കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മറ്റൊന്നായിരിക്കും. അത് വേദപുസ്തകം പറയുന്നു. സ്തോത്രം, അതെ. ഓ ഹല്ലേലൂയ, 5 തരത്തിലുള്ളതായ ആരാധനാ രീതികൾ, അല്ലെങ്കിൽ 5 തരത്തിലുള്ള സാക്രിഫൈസസ് ആണ് പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 5 യാഗങ്ങൾ. എല്ലാവരും പറഞ്ഞാട്ടെ, എത്ര യാഗങ്ങളാണ്? 5 യാഗങ്ങൾ. കരങ്ങളെ ഉയർത്തിയാട്ടെ, കരങ്ങളെ ഉയർത്തിയാട്ടെ, ആ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ചിഹ്നമല്ല, 5 യാഗങ്ങളുടെ ചിഹ്നമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, യാഗവസ്തുക്കൾ 5 എണ്ണം എന്റെ അടുക്കൽ കൊണ്ടുവരിക. വീണ്ടും തിരുവചനം പറയുന്നു, ദാവീദിന്റെ കയ്യിൽ 5 കല്ലുകളാണ് ഉണ്ടായിരുന്നത്. ബെഥസ്ദ കുളത്തിന് 1, 2, 3, 4, 5 സ്തോത്രം മണ്ഡപങ്ങളാണ് ഉണ്ടായിരുന്നത്. എഫേസ്യർ 4:11 വായിക്കുമ്പോൾ, പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, പഞ്ചശുശ്രൂഷ, 5-fold മിനിസ്ട്രിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസികൾ പിതാവായ അബ്രഹാമിന്റെ ആരാധനയിൽ 5 വസ്തുക്കൾ, ജയിച്ച ജയത്തിന്മേൽ ജയം മാത്രം കണ്ട് മുന്നേറിയ,
ഇസ്രായേലിന്റെ മധുര ഗായകൻ ദാവീദിന്റെ സ്തോത്രം അതേ പക്കൽ 5 കല്ലുകളാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ദൂതൻ ഇറങ്ങി, ഹീലിംഗ് ഏഞ്ചൽസ്, സൗഖ്യത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ആ വെള്ളത്തെ കലക്കിയെങ്കിൽ അതിന് 5 ഗോപുരങ്ങളാണ് ആ കുളത്തിന് ഉണ്ടായിരുന്നത്. ഇന്നും ഏത് അന്ധകാര മണ്ഡലത്തെ, ഏത് സാത്താൻ പള്ളിയെ, ഏത് ഇലുമിനാറ്റിയെ, ഏത് മതത്തെ, ഏത് രാഷ്ട്രീയ വൈരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവകൃപയാൽ കൊടുങ്കാറ്റ് പോലെ മുന്നേറുന്നതായ കർത്താവിന്റെ സഭയ്ക്ക് 5 ശുശ്രൂഷകളാണ് ദൈവകൃപയാൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഇത് 5ാം മാസമാണ്. രണ്ടുപേരെ തൊട്ട് പറ, 5 കൃപയുടെ സംഖ്യയാണ്. പെട്ടെന്ന് പറഞ്ഞേ, 5 കൃപയുടെ സംഖ്യയാണ്. ഹല്ലേലൂയ. ഇത് കോ ഇൻസിഡന്റോ, ഇത് ആക്സിഡന്റോ അല്ല, ഇത് പ്രീ ഡെസ്റ്റിൻഡ് ആണ്. കർത്താവ് നേരത്തെ മുൻകൂട്ടിയതാണ് 5 യാഗങ്ങൾ. ഈ 5ാം മാസം 1-ാം തീയതി ജനം കേൾക്കട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, 5 യാഗങ്ങൾ. 5 യാഗങ്ങൾ. 1 ദഹനയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 സ്തോത്രം പാപയാഗം, 5 സ്തോത്രം അകൃത്യയാഗം. നമുക്കൊന്ന് സ്തോത്രം അതെ കടന്നു പോകാം. ഒന്നാമതായി ബേൺഡ് ഓഫറിംഗ് അഥവാ ദഹനയാഗം. ദഹനയാഗത്തിന് സ്തോത്രം അതെ എബ്രായ ഭാഷയിൽ ഓല എന്നാണ് പറയുന്നത്. സ്തോത്രം അതെ. പഴയ നിയമം മുഴുവൻ എഴുതിയത് എബ്രായ ഭാഷയിലാണ്. സ്തോത്രം. പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്. സോ എബ്രായ ഭാഷയിൽ സ്തോത്രം അതെ ദഹനയാഗം എന്ന് പറഞ്ഞാൽ OLAH, ഓലാ കുമുസ്താസ് എന്ന് പറഞ്ഞാൽ സ്തോത്രം സ്പാനിഷ് ആയി പോയി. ഹലോ, ഹൗ ആർ യു? സ്തോത്രം അതാണ് സ്പാനിഷ്. ആരാണ്ട് ചിരിച്ചു. സ്തോത്രം അതെ. ഹല്ലേലൂയ. മുത്തമുന്തിക മൂച്ചോ എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്ലെസ് യു. ഡിയോത്തമുന്തിക മൂച്ചോ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയി. ഡിയോത്തമുന്തിക മൂച്ചോ. സ്തോത്രം. ഡിയോ എന്ന് പറഞ്ഞാൽ അതെ ഗോഡ്, അതാണ് ദൈവം, അതാണ് സ്പാനിഷിൽ. എന്നാൽ സ്പാനിഷ് പറയേണ്ട നേരമല്ല, ഇത് സഭായുഗമാണ്. എബ്രായ പദം ഓല, OLAH. സ്തോത്രം. സ്പാനിഷിൽ ഓല എന്ന് പറഞ്ഞാൽ ഹലോ എന്നെങ്കിൽ, എബ്രായ ഭാഷയിൽ ഓല എന്ന് പറഞ്ഞാൽ ബേൺഡ് ഓഫറിംഗ്, ദഹനയാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദഹനയാഗം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ദഹനയാഗം. ഒന്നാമതായി കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, ഒന്നാമതായി ദൈവം നിയമിച്ചതാണ് ദഹനയാഗം. ഈ 5 യാഗങ്ങളും ക്രൂശിൽ യേശു കർത്താവിൽ വെളിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് സമാഗമന കൂടാരത്തിൽ മോശയോടൊപ്പം പ്രവേശിച്ചതായ അഹരോൻ ഉൾപ്പെടെയുള്ള പുരോഹിതന്മാരുടെ കയ്യിൽ യാഗവസ്തുക്കൾ ഉണ്ടായിരുന്നു. വീണ്ടും 500 വർഷങ്ങൾക്ക് ശേഷം ഇതാ ശലോമോന്റെ കാലത്ത് അന്നുണ്ടായിരുന്നതായ 100 കണക്കിന് പുരോഹിതന്മാർ, മേ ബി മോർ, ആ പുരോഹിതന്മാരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കയ്യിൽ യാഗവസ്തുക്കൾ ഉണ്ടായിരുന്നു. പുരോഹിതൻ ഒരിക്കലും ഒഴിഞ്ഞ കൈയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നില്ല. ഒഴിഞ്ഞ കൈയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നവനല്ല പുരോഹിതൻ. ഞാനിന്ന് പകൽ സംസാരിക്കുന്നത് പുരോഹിത വർഗത്തോടാണ്. കാരണം 1 പത്രോസിന്റെ ലേഖനം 2:8 പറയുന്നു, നമ്മൾ രാജകീയ പുരോഹിത വർഗം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരാണ്? രാജകീയ പുരോഹിത വർഗം. സ്തോത്രം അതെ, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ആ പുരോഹിതന്മാരോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഒരിക്കലും വെറും കൈയായി എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരരുത്. ദൈവത്തിന് വേണ്ടി കൊടുപ്പാൻ എന്തേലും നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ജ്ഞാനികൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ വെറും കൈയോടെ കൊച്ചിനെ കണ്ടേച്ചു പോകാം എന്ന് പറഞ്ഞല്ല അവർ വന്നത്. അവിടെ കയ്യിൽ മൂര്, പൊന്ന്, കുന്തിരിക്കം ഉണ്ടായിരുന്നു. സ്തോത്രം. അർത്ഥം അതെ, ദൈവത്തിൻ്റെ കൃപയാൽ മാന്യത കൊടുക്കേണ്ടവന് മാനിക്കണം. സ്തോത്രം. കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ പരസ്പരം മാനിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അദൃശ്യനായ ദൈവത്തെ എത്രയധികമായിരിക്കും നാം മാനിക്കേണ്ടത്. നാം ഹല്ലേലൂയ പറയുമ്പോൾ, നാം കൈയടിക്കുമ്പോൾ, നാം അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം പാടുമ്പോൾ, അതെ നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന് മാന്യത കൊടുക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്പർ 1 ബേൺഡ് ഓഫറിംഗ്. ഒന്നാമതായി സ്തോത്രം ദഹനയാഗം. സങ്കീർത്തനം 40 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു, സ്തോത്രം ദഹനയാഗം. സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദഹനയാഗം. എന്നാൽ നോക്കണമേ, സ്തോത്രം അതേ ദഹനയാഗം, അതിന്റെ മീനിങ് ഇതാണ്. നരകത്തിൽ ഒരു തീയുണ്ട്, ആ തീ കെട്ടുപോകുന്നതേ ഇല്ല. എന്നാൽ നരകത്തിന്റെ തീയിൽ നാം വെന്തുപോകാതെ ഇരിപ്പാൻ, നരകത്തീയിൽ നീയും ഞാൻ എരിഞ്ഞ് വെണ്ണീരാകാതിരിപ്പാൻ, നരകത്തീ നിന്ന് നാം രക്ഷപ്പെടുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പാപമില്ലാത്തവനും ദൈവത്തിന്റെ ക്രോധ അഗ്നിയിലൂടെ കടന്നുപോയി.
സ്തോത്രം. നമ്മുടെ മേൽ വരേണ്ടതായിട്ടുള്ള ശിക്ഷ യേശുവിന്റെ മേൽ കടന്നു വന്നു. ഓ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി ദഹനയാഗമായി. കേട്ടവർ ആമേൻ പറഞ്ഞേ. യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി ദഹനയാഗമായി. ഒരു വസ്തുവിനെ ദഹിപ്പിച്ചാൽ അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടും. ഒരു വസ്തുവിനെ എരിച്ചാൽ അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നത് പോലെ യേശു കർത്താവിലേക്ക് നോക്കിയാട്ടെ. ഈ 5 യാഗങ്ങൾ യെശയ്യാ പ്രവചനം 52 അധ്യായം 13 തുടങ്ങി യെശയ്യാ പ്രവചനം 53 വരെയും നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ആ വാക്യങ്ങൾ 52ന്റെ 13 മുതൽ 52ന്റെ 13 മുതൽ അതെ 53 അധ്യായം മുഴുവനും ഈ 5 യാഗങ്ങൾ യേശുവിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ദഹനയാഗം യേശുവിൽ എങ്ങനെയാണ് സ്തോത്രം റിഫ്ലക്റ്റ് ചെയ്തത്? ദഹനയാഗം യേശുവിൽ എങ്ങനെയാണ് അത് വെളിപ്പെട്ടത്? 52 അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവന് രൂപഗുണം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. എത്ര പേർ വായിച്ചിട്ടുണ്ട്? സ്തോത്രം. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ കൈ നീട്ടുന്നതിന് മുൻപ് മനസ്സിലാക്കണമേ, യേശു കർത്താവ് ക്രൂശിന്മേൽ കിടന്നപ്പോൾ സ്തോത്രം അവന് എപ്രകാരമായിരിക്കുമെന്ന് പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രവചിക്കുകയാണ്. യെശയ്യാവ് യേശു കർത്താവിന്റെ സമകാലികനല്ല. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് യെശയ്യാവ്. സ്തോത്രം. അതെ, പഴയ നിയമത്തിൽ 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശു കർത്താവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇന്നേക്ക് ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു യെശയ്യാവ്. എന്നാൽ പ്രവാചകൻ സ്തോത്രം മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരുവനിതാ ക്രൂശിന്മേൽ രൂപം നഷ്ടപ്പെട്ടവനായി അവനതാ തകർന്നു കിടക്കുകയാണ്. അതേ പ്രിയ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാകുന്നവനായ യേശു നിങ്ങൾക്ക് വേണ്ടി രൂപ ഗുണം ഇല്ലാത്തവൻ ആയി തീർന്നു. ഞാൻ കൂടെ പറയും, സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ TV അല്ല ഓൺ ചെയ്യേണ്ടത്. ബോളിവുഡിലും ഹോളിവുഡിലും അല്ല സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നത് കോവളത്തിന്റെ ബീച്ചിലോ ഊട്ടിയുടെ മലമടക്കിലോ കൊടൈക്കനാലിന്റെ മഞ്ഞ് വീഴ്ചയിലോ സ്തോത്രം മറ്റേതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലല്ല സൗന്ദര്യം. ആ മലയും ആ മഞ്ഞും ആ മഴയും സ്തോത്രം അതെ ആ മേഘങ്ങളും താഴ്വരകളും ഒക്കെ കണ്ടിട്ട് നമ്മൾ പറയും, അയ്യടാ എന്തൊരു ചന്തം, എന്തൊരു ഭംഗിയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, സൃഷ്ടിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, ആ പുരുഷന് ആ സ്ത്രീക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, ഇവയെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം എത്ര വലിയ സുന്ദരനായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാണ്. കമാൺ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം അംഗവൈകല്യത്തിന്റെ ദൈവമല്ല. യേശു കർത്താവ് അംഗവൈകല്യത്തിന്റെ ദൈവമല്ല. അവന് കൂടുതൽ വിരലോ കൂടുതൽ കയ്യോ കൂടുതൽ മുടിയോ കൂടുതൽ സ്തോത്രം അംഗവൈകല്യമുള്ളവനല്ല. തിരുവചനം പറയുന്നു, സങ്കീർത്തനം 52 വായിക്കുമ്പോൾ, ഗാഡ് ആൾ ടുഗദർ ബ്യൂട്ടിഫുൾ, ദൈവം സർവാംഗ സുന്ദരനാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം ആരാണ്? ദൈവം സർവാംഗ സുന്ദരനാണ്. ഉത്തമഗീതം 2:1 പറയുന്നു, he was just like a rose of Sharon and a lily of the valley. അവൻ ശാരോനിലെ പനിനീർ പുഷ്പം പോലെ, താഴ്വരയിലെ താമര പൂവിനെ പോലെ മനോഹരനാണ്. ഉത്തമഗീതം 5:10 പറയുന്നു, സ്തോത്രം, അവൻ സർവാംഗ സുന്ദരനാണ്, അവൻ 10,000 പേരിൽ ശ്രേഷ്ഠനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. എന്താ കേട്ടിരിക്കുന്നത്? കൊമ്പ് മുറിയാത്ത, നാക്ക് പുറത്ത് ഇടാത്ത, 1.5 കാല് ഉള്ളവനല്ല ദൈവം. സൗന്ദര്യമുള്ള ഒരു ദൈവത്തെ, സൗന്ദര്യമുള്ള ഒരു ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി 2 കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുന്നു, അവനെ ആരാധിക്കുന്നവർ അവനെ പോലെയാകുന്നു. അർത്ഥം, അലങ്കോലമായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, തകർന്നവരായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ഷേപ്പ് നഷ്ടപ്പെട്ടവരായി ശിഥിലമായവരായി ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, സ്തോത്രം, നിന്റെ തകർച്ച, നിന്റെ അലങ്കോലം, നിന്റെ വൈരൂപ്യം, നിന്റെ വിരൂപത മുഴുവൻ ക്രൂശിന്മേൽ യേശു ഏറ്റെടുത്തു. വേദപുസ്തകം പറയുന്നു, യെശയ്യാ 52:14 വായിക്കുമ്പോൾ, അവന്റെ രൂപം, അർത്ഥം യേശുവിന്റെ രൂപം കണ്ടാൽ അവൻ ആളല്ല എന്ന്, മനുഷ്യനല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് the feet of the cross, ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മ മറിയയ്ക്ക് പോലും ഇതെന്റെ മകനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ അവൻ തകർക്കപ്പെട്ടു. കാരണം അവൻ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവൻ ഹോമയാഗമായി. യേശു നിനക്കും എനിക്കും വേണ്ടി തകർക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, സ്തോത്രം, ഏതോ കത്തോലിക്കനോ, ഏതോ സ്തോത്രം കത്തോലിക്ക സഭയ്ക്കോ, ഏതോ ഓർത്തഡോക്സിനോ, ഏതോ മർത്തോമയ്ക്കോ, ഏതോ പെന്തിക്കോസ് ഗ്രൂപ്പിന് വേണ്ടിയല്ല സഹോദരനെ, നിനക്ക് വേണ്ടി, സഹോദരിയെ
കുഞ്ഞിനെയും നിനക്ക് വേണ്ടി, മാതാവേയും നിനക്ക് വേണ്ടി, കുഞ്ഞേയും നിനക്ക് വേണ്ടി, ദൈവദാസന്മാരെയും നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ക്രൂശിന്മേൽ വിരൂപൻ ആയി തീർന്നു. വിരൂപനായി തീർന്നു. അവൻ ക്രൂശിന്മേൽ, തമിഴിൽ പറഞ്ഞാൽ അവൻ അലങ്കോലം ആയി തീർന്നു. എന്തുകൊണ്ട് അവൻ അലങ്കോലമായി തീർന്നു? ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾ തിരുവല്ലയിലാണോ, ദുബായിലാണോ, കൊച്ചിയിലാണോ, ന്യൂയോർക്കിലാണോ, ഐ ഡോണ്ട് നോ എവിടെ ഇരുന്നാണ് നിങ്ങൾ കേൾക്കുന്നത്, അവിടെ 4 പേർ കൂടുന്ന സ്ഥലത്ത് തലയിലൂടെ മുണ്ടുവിട്ട് നിങ്ങൾ നടക്കേണ്ട ഗതികേടില്ലാതെ ചുറ്റുമുള്ള സകല വെല്ലുവിളികളുടെ നടുവിലും നിങ്ങളുടെ തല ഉയർത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങളുടെ അലങ്കോലത്തെ അവൻ ഏറ്റെടുത്തു. യേശു നിങ്ങളുടെ അലങ്കോലത്തെ ഏറ്റെടുത്തത് ദൈവകൃപയാൽ ബന്ധുക്കളുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ നീയും നിന്റെ സന്താനവും അലങ്കാരമായി നിൽപ്പാൻ, ഒരു അലങ്കാരമായി നിൽപ്പാൻ. കമാൻ, യേശു നിങ്ങൾക്ക് വേണ്ടി അലങ്കോലമായി തീർന്നു. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഓലാ എന്ന ദഹനയാഗം പറയുന്നു, നീ എരിഞ്ഞു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ വിരൂപമാകത്തില്ല, നീ പരസ്യഘോലമാകത്തില്ല. പകരം ആശാരി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഈ മെയ് 1-ാം തീയതി ആശാരി വന്നിട്ടുണ്ട്, പണിയുന്ന ആശാരി വന്നിട്ടുണ്ട്. റോ ഭൈ റോയായ് ഇന്ന് പകൽ പണിയുന്ന ആശാരി നടന്നുകൊണ്ടിരിക്കുന്നു. പൊട്ടിയതുണ്ടോ, തകർന്നതുണ്ടോ, വേണ്ട, ആർക്കും വേണ്ട എന്ന് പറയുന്നവരുണ്ടോ? മരിച്ചാ മതി, മരിച്ചാ മതി, മരിച്ചാ മതി എന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? ഉടഞ്ഞതിനെ പണിവാൻ, തകർന്നതിനെ പണിവാൻ, നിലവിളിക്കുന്നതിനെ പണിവാൻ നസ്രയത്തിലെ ആശാരി ഇന്ന് പകൽ ഈ ഹാളിന്റെ നെടുകയും കുറുകയും നടന്നുകൊണ്ടിരിക്കുന്നു. ഷേപ്പ് മാറുകയാണ്, ഷേപ്പ് മാറുകയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നിന്റെ ഷേപ്പ് ഈ 5-ാം മാസം മാറുകയാണ്. എത്ര പേർ വാ തുറന്ന് സ്തോത്രം പറയും? നിന്റെ ഷേപ്പ് മാറുകയാണ്, നിന്റെ ഷേപ്പ് മാറുകയാണ്. ഇൻ ജീസസ് നെയിം, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ. അയ്യോ, നീ അങ്ങ് മാറിപ്പോയല്ലോടി, നീ അങ്ങ് മാറിപ്പോയല്ലോടാ എന്ന് ആൾക്കാർ പറയത്തക്ക ക്രമത്തിൽ നന്മയുടെ ഒരു രൂപമാറ്റം ആരുടെ മേലോ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ കൽപ്പിപ്പാൻ വേണ്ടി പോകുന്നു. യെസ് യെസ്, ദൈവം നിന്നെ മാറ്റുകയാണ്. നീ തൊലഞ്ഞെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ഇനി നിനക്ക് തിരിച്ചു വരയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമായി ഒരു മഞ്ഞപത്രത്തിനും ഒരു ഗൂഢാലോചനയ്ക്കും ഓരോ ചാച്ചന്മാർക്കും തൊലയ്ക്കാൻ കഴിയാത്ത ക്രമത്തിൽ നസ്രയത്തിലെ ആശാരിയുടെ ആണി പടുത്തുള്ള കരത്തിൽ ദൈവം നിന്നെ പണിയുന്നു. രൂപമാറ്റം സംഭവിക്കുന്നു. നീ അങ്ങ് മാറിപ്പോയല്ലോ. തിരിച്ചു പറഞ്ഞാട്ടെ, ഞാൻ മാറിയതല്ല, ഒരുവൻ എന്നെ മാറ്റുകയാണ്. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, അവൻ നമ്മെ മാറ്റുകയാണ്. പറ, അവൻ നമ്മെ മാറ്റുകയാണ്, അവൻ നമ്മെ മാറ്റുകയാണ്. നീ അറിയാതിരിക്കെ അവൻ നിന്നെ മാറ്റുകയാണ്. യെസ്, അടുത്ത പോയിന്റിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ആരുടെ മേലും ആ കൈ അമർന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഓ, നിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവൻ നിന്നെ നന്മയ്ക്കായി മാറ്റി. ഓ, കമാൻ കമാൻ. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം. അതെ, നിന്റെ പെർമിഷൻ ഇല്ലാതെ, അല്ലാതെ 1-ാം തീയതി വൈകിട്ട് 6:30 മണിയാകുമ്പോൾ അവൻ ഇറങ്ങി വന്ന് വീട്ടിൽ നിന്ന്, മോനെ ഞാൻ നിന്നെ മാറ്റിക്കോട്ടോ, മോളെ ഞാൻ നിന്നെ മാറ്റിക്കോട്ടോ. നോ 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 നോ. എൻ്റെ കർത്താവ് പറയും, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, നിന്റെ ഒറ്റയ്ക്കുള്ള കരച്ചിൽ ഞാൻ കണ്ടു, നിന്റെ നിരാശ ഞാൻ കണ്ടു, നിന്റെ നെടുവീർപ്പ് ഞാൻ കണ്ടു. നീ കരഞ്ഞത് മതി, നീ കാത്തിരുന്നത് മതി, നീ ഉടഞ്ഞത് മതി, നീ ഇറിറ്റേറ്റും ഫ്രസ്ട്രേറ്റഡും ആയിരുന്നത് മതി. ഇനി സ്തോത്രം, പകച്ചവരുടെ നടുവിൽ, അതേ തുറച്ചു നോക്കിയവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമായി, ഒരു അത്ഭുത അടയാളമായി, ഒരു അത്ഭുത ചിഹ്നമായി ഞാൻ നിന്റെ ജീവിതത്തെ മാറ്റട്ടെ. രൂപമാറ്റങ്ങൾ, അവസ്ഥാമാറ്റങ്ങൾ ഭവനങ്ങൾക്കുണ്ടാകട്ടെ, അവസ്ഥാമാറ്റങ്ങൾ വ്യക്തികൾക്കുണ്ടാകട്ടെ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചേ. നമ്പർ 2, 2-ാമതായി വേദപുസ്തകം പറയുന്നു, മിൻച means meal offering. സ്തോത്രം, ഭോജനയാഗം. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മിൻച എന്ന് പറഞ്ഞത് മലയാള വാക്കല്ല, എബ്രായ പദമാണ്. മിൻച എന്ന മീൽ ഓഫറിംഗ്. സ്തോത്രം, അതെ, ഭോജനയാഗം. ലേവ്യ പുസ്തകം 2:1 ഇങ്ങനെ പറയുന്നു, ഭോജനയാഗം. യേശു കർത്താവിൽ സ്തോത്രം, ആ ഭോജനയാഗം അതേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, മെശിഹ എന്ന ദൈവപുത്രനായ യേശുവിൽ അത്
വെളിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യം യേശുവിൻ്റെ പൗരോഹിത്യ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുകയാണ്. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനല്ല. ഞാനിങ്ങനെ പറയട്ടെ, യേശു കർത്താവ് മഹാപുരോഹിതനല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ആരാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ? പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരുണ്ട്, പക്ഷേ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങൾ. ഒന്നാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ. എല്ലാവരും എന്നോട് ചോദിച്ചാട്ടെ, എങ്ങനെയുള്ളവൻ? കാണിച്ച് എല്ലാവരും കാണിച്ച്. VBS ഈ മാസം നടത്താൻ പറ്റത്തില്ല, ബിക്കോസ് പിള്ളേർക്ക് എക്സാമാണ്. എല്ലാവരും കാണിച്ച് എങ്ങനെയുള്ള മഹാപുരോഹിതൻ കാണിക്കുക. അവിടെ ഇരിക്കാന്ന് കാണിക്കാത്ത എല്ലാവരെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരുത്തി കാണിക്കും. ഒരു വല്ലാത്ത സ്വഭാവം എന്നിൽ വ്യാപരിക്കുകയാണ്. സ്തോത്രം എന്നൊന്നും ഞാൻ പറയത്തില്ല, ദൈവാത്മാ വ്യാപരിക്കുകയാണ്. എല്ലാവരും ചോദിച്ച് സ്തോത്രം, എങ്ങനെയുള്ള മഹാപുരോഹിതൻ? ചോദിക്ക് എങ്ങനെയുള്ള മഹാപുരോഹിതൻ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ ആയിത്തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യം ഇല്ലാത്തവൻ തന്നെ. അതുകൊണ്ട് തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. എന്നേക്കുമായി ഒരിക്കലായി അവൻ മീൽ ഓഫറിംഗ്, ഭോജനയാഗം ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുകയുണ്ടായി. സ്തോത്രം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും ആലയത്തിലും സ്തോത്രം അതെ കൂടെ ഈ യാഗം കഴിക്കണമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഈ യാഗം കഴിച്ചത് യേശു കർത്താവ് യാഗമായി തീർന്നത് വർഷാവർഷം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, അത്യുന്നത മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിൽ ജീവിച്ച് വചനം അനുസരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവൻ വർഷാവർഷം കേഴ്സ് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, ഹല്ലേലൂയ. ന്യൂ ജനറേഷൻ മുഴുവൻ ഞെട്ടി. വർഷാവർഷം സ്തോത്രം മറ്റേ ശാപം മുറിക്കേണ്ട കാര്യമല്ല. കാരണം തിരുവചനം പറയുന്നു, ഒരിക്കലായിട്ട് എന്നേക്കുമായി ഒരിക്കലായിട്ട് അവൻ പാപത്തെ ചുമന്ന്, ഒരിക്കലായിട്ട് അവൻ ശാപത്തെ ഏറ്റെടുത്തു, ഒരിക്കലായിട്ട് സത്താന്റെ തലയെ തകർത്തു. വർഷാവർഷം യേശു കർത്താവ് ക്രൂശിക്കപ്പെടത്തില്ല. ഒരിക്കലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയിൽ സ്പെയിനിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അയ്യോ കഴിഞ്ഞ ആഴ്ച ആയിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് നടക്കത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, വായ്? ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉത്സവമുണ്ട്. സ്പാനിഷുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉത്സവമുണ്ട്. വർഷത്തിലൊരിക്കൽ ബാഴ്സലോണക്കാർ അവർ ചിന്തിക്കും, വർഷത്തിലൊരിക്കൽ ഒരാടിനെ എടുക്കും. ആ വർഷത്തേക്കുള്ള പാപം മുഴുവൻ സ്തോത്രം ആടിന് മേൽ ചുമത്തി അവിടെ വലിയൊരു മലയുണ്ട്. ആ മലയിലേക്ക് കൊണ്ടുപോയി ആ ആടിനെ ജീവനോടെ താഴേക്ക് തള്ളിയിടും. ആ ആട് താഴേക്ക് വീഴ്ത്തപ്പെട്ട് ആ ആട് കൊല്ലപ്പെടും. ജനം സ്തോത്രം സ്വസ്ഥമായി പറയും, അതെ, ഈ വർഷത്തേക്കുള്ള ഞങ്ങളുടെ പാപത്തിന്റെ പരിപാടി ഇതാ സമാപ്തമായി. ഇനി അടുത്ത വർഷം ആടെടുത്താൽ മതി. അടുത്ത വർഷം ഇതുപോലെ ആടിനെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ഇനി അടുത്ത വർഷത്തേക്ക് കദളിപ്പൂവോ കരിങ്കോഴിയോ ആടോ മാടോ ബീഫോ മട്ടനോ കുട്ടനോ ഒന്നും ആവശ്യമില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നേക്കുമായി ഒരിക്കലേക്ക് സ്തോത്രം യേശു കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിൽ മേൽ മരിച്ചു. യോഹന്നാൻ സുവിശേഷം 1:28, യോഹന്നാൻ 1:36 വേദപുസ്തകം പറയുന്നു, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്നലകളിൽ ജീവിച്ചിരുന്നതായ മാനവജാതി, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, നാളെ കാലമുണ്ടെങ്കിൽ നാളെ ജനിച്ച് ജീവിപ്പാൻ പോകുന്ന സകലരുടെയും പാപം ഒരുവനിലേക്ക് കടന്നു വന്നു. അവൻ നമുക്ക് വേണ്ടി ഭോജനയാഗമായി തീർന്നു. എന്നേക്കുമായി യേശു കർത്താവ് യാഗമായി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് സ്തോത്രം ഓല എന്ന് പറഞ്ഞാൽ ബേൺഡ് ഓഫറിംഗ്, ദഹനയാഗം. 2 മിൻച എന്ന് പറഞ്ഞാൽ ഭോജനയാഗം എന്ന് പറഞ്ഞാൽ സ്തോത്രം മിൻച മീൽ ഓഫറിംഗ്, ഭോജനയാഗം. മൂന്നാമത് ഷലാമീം. ഷലാമീം ഷലാമീം. ഷലാമീം എന്ന് പറയുന്നത് ഷലോം എന്ന വാക്കുമായി അടുത്ത് കിടക്കുന്ന ഒരു വാക്കാണ് ഷലാമീം. ഷാലോം. ഷാലോം എന്ന അർത്ഥം എന്താണ്? ഹെവാനു ഷാലോം അലൈഹം. ഹെവാനു ഷാലോം അലൈഹം. ഹെവാനു ഷാലോം അലൈഹം. പാടാൻ നേരമില്ല. അടുത്ത ഇസ്രായേൽ ട്രിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം. കേട്ടവർ ആമേൻ പറഞ്ഞേ.
സമാധാനം. സോ അതിൻ്റെ അർത്ഥമാണ് മൂന്നാമത് ഷലാമീം എന്ന് പറഞ്ഞാൽ പീസ് ഓഫറിങ്, സമാധാന യാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ യാഗമാണ്? സമാധാന യാഗം. ലോകത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, സമാധാനം ഇല്ല. ലോകത്തിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും സന്തോഷവും സമാധാനവും ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ആർക്കാണ് സമാധാനമില്ലാത്തത്? മന്ത്രി കസേരകളോ ആഡംബരങ്ങളോ സ്വത്തും പണവും കാറും വീടും പ്രതാപവും ഉള്ളവർക്കല്ല സമാധാനം ഇല്ലാത്തത്. പുസ്തകം പറയുന്നു, യെശയ്യാവ് 2 സ്ഥലത്തിൽ പറയുകയാണ്, ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല. ആർക്ക് സമാധാനമില്ല? ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല. പാപത്തിൽ ജീവിക്കുന്നവന് സമാധാനം ഇല്ല. എന്നാൽ ഗുഡ് ന്യൂസ് ഇതാണ്, ഭൂരിപക്ഷം ആൾക്കാർക്കും സമാധാനമില്ലെങ്കിലും സമാധാന പ്രഭു ഉള്ളവന് സമാധാനം ഉണ്ട്. യെശയ്യാ 9:6 യേശു കർത്താവ് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ടെൻഷൻ വർദ്ധിച്ചിട്ട് സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിത പടകിലേക്ക് യേശു കടന്നു വരട്ടെ. കർത്താവ് പറഞ്ഞു വെളിപ്പാട് 3:20, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവരോടും അവനോടും കൂടെ അത്താഴം കഴിക്കുക. ഈ ദൂത്, ഈ കോർഡ്ലെസ് മൈക്കും പിടിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽ ഒരു മുട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച സമാധാനത്തിന്റെ രാജാതി രാജാവ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് പകൽ ഇതാ മുട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മകനെ, ഞാൻ നിന്റെ വീട്ടിൽ വരട്ടെ, ഞാൻ നിന്റെ ജീവിതത്തിൽ വരട്ടെ. അസമാധാനത്തിന്റെ മകനല്ല, അസമാധാനത്തിന്റെ മകളല്ല, പകരം ഞാൻ നിനക്ക് എന്റെ സമാധാനം നൽകി തരട്ടെ. വേദപുസ്തകം പറയുന്നു, the peace that passes all understanding, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. യോഹന്നാൻ 14:27 യേശു പറഞ്ഞു, I give you my peace, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 2000 വർഷങ്ങൾക്കും ആ സമാധാനം ആത്മാവില്, അതുപോലെ പ്രാണനില്, ശരീരത്തില്, പ്രത്യേകിച്ച് പ്രാണനില്, ശരീരത്തില്, മനസ്സിലും ശരീരത്തിലും നീ സമാധാനം അനുഭവിപ്പാൻ, ഞാൻ ആവർത്തിക്കട്ടെ, മനസ്സിലും ശരീരത്തിലും നീ ദൈവിക സമാധാനം അനുഭവിപ്പാൻ യേശു കർത്താവ് അവൻ സമാധാന യാഗം ആയി തീർന്നാം. യേശുവിന്റെ ക്രൂശ് ഉയർത്തപ്പെടുമ്പോൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അവൻ രക്ഷകനാണ്, പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അവൻ്റെ അടിപ്പിണരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അർത്ഥം, അവൻ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ സൗഖ്യദായകനാണ്. സ്തോത്രം. 39 പ്രാവശ്യം ചാട്ടവാർ കൊണ്ട് യേശുവിൻ്റെ ശരീരത്തെ അടിച്ച് തകർക്കപ്പെട്ടു. യോഹന്നാൻ സുവിശേഷം 19:1 പറയുന്നു, അവനെ കൊണ്ടുപോയി വാർ കൊണ്ട് അടിച്ചു. ആവർത്തന പുസ്തകം 25:3 പറയുന്നു, 39 പ്രാവശ്യം, 40 1 കുറയെ 40 എന്ന് പറഞ്ഞാൽ 39 പ്രാവശ്യം യേശുവിനെ വാർ കൊണ്ട് അടിച്ചു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അത് കണ്ട ആൾക്കാർ മോഹാലസ്യപ്പെട്ടു വീണുവെന്ന് ആരോ എന്നോട് പറഞ്ഞു. പക്ഷേ സ്തോത്രം, ആ ചിത്രത്തെക്കാൾ, ആ ചലച്ചിത്രത്തെക്കാൾ എത്രയോ ഭീകരമായിരുന്നു യേശുവിൻ്റെ അവസ്ഥ. ഈ പുസ്തകം അങ്ങനെ പറയുന്നു. യെശയ്യാ പ്രവചനം 50:6 പറയുന്നു, ഉടവ് ചാലുകൾ പോലെ അവൻ്റെ പുറം മുഴുവൻ കീറപ്പെട്ടു. എന്തിനു വേണ്ടി? ഗദശമനികളിൽ നിന്ന് പിടിച്ച് നേരിട്ട് പോയി ഗോൽഗോത്തയിൽ കൊണ്ടുപോയി സ്തോത്രം ക്രൂശിച്ചാൽ പോരായിരുന്നു. ശ്രദ്ധിക്ക്, ഗദശമനികളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നേരിട്ട് കൊണ്ടുപോയി ഗോൽഗോത്തയെ കൊണ്ടുപോയി ക്രൂശിച്ചാൽ പോരായിരുന്നു. എന്തിനാ ഗമത വഴി കടന്നു പോകുന്നത്? മനസ്സിലാക്കുക, ഏതെങ്കിലും ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയിലൂടെ ദൈവം നിന്നെ കടത്തിവിടുന്നെങ്കിൽ അതിനെന്തോ ഉദ്ദേശമുണ്ട്. സ്തോത്രം. എപ്പോഴും പലപ്പോഴും ഷോർട്ട് കട്ടാണ് നമുക്ക് ആവശ്യം. പെട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കണം, പെട്ടെന്ന് വിടുതൽ പ്രാപിക്കണം, പെട്ടെന്ന് വലിയ ശുശ്രൂഷ പ്രാപിക്കണം. നടക്കത്തില്ല. സ്തോത്രം. ഒരു താഴ്വരയിലൂടെ പോയാൽ മാത്രമേ അടുത്ത മേടിൽ നിനക്കെത്തുവാൻ കഴിയത്തുള്ളൂ. ഒരു താഴ്വരയിലൂടെ നീ പോകുന്നെങ്കിൽ, വ്യക്തിയായി കുടുംബമായി ഒരു വെല്ലുവിളിയിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ നീ പോകുന്നെങ്കിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു വിക്ടറി സ്റ്റാൻഡ്, ഒരു ജയപീഠവും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇന്ന് ചിലപ്പോൾ അത് മോശമായിരിക്കാം, പക്ഷേ നാളെ ആ പാക്കേജ് തുറക്കുമ്പോൾ അതിൽ സ്തോത്രം വെളിപ്പെടുന്നതായ ഒരു നന്മയുണ്ട്. യേശു കർത്താവിനെ ഗബദായിൽ കൊണ്ടുപോയി ഗദശമനയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഗബദായിൽ കൊണ്ടുപോയി 39 പ്രാവശ്യം ആടിച്ച് തകർത്ത് അവൻ്റെ ശരീരം മുഴുവൻ വാറിനാൽ കീറപ്പെട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാൽവരി ക്രൂശിന്മേൽ യേശു
കർത്താവ് ഉയർത്തപ്പെട്ടപ്പോൾ നിന്റെ സമാധാനത്തിനായി, നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമാധാനത്തിനായി, എൻ്റെ സമാധാനത്തിനായി ആ ശിക്ഷ യേശു ഏറ്റെടുത്ത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, രോഗം സമാധാനമല്ല, രോഗം അസമാധാനമാണ്. രോഗം അനുഗ്രഹമല്ല, രോഗം അസമാധാനമാണ്. ശ്രദ്ധിക്കുക, സ്തോത്രം. അതുകൊണ്ടാണ് രക്തസ്രവക്കാരി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് അവളെ നോക്കി പറഞ്ഞത് മർക്കോസ് സുവിശേഷം 5:34, സ്തോത്രം, ആകയാൽ മകളെ സമാധാനത്തോട് പോയി. എന്തോ പറഞ്ഞാട്ടെ, എന്താണ്? സമാധാനത്തോട് പോയി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. കാരണം ആ രോഗം അസമാധാനമാണ്, പക്ഷേ സൗഖ്യം സമാധാനമാണ്. പ്രവചനം 38:17 ഹിസ്കിയ രാജാവ് ഇപ്രകാരം പാടി സ്തുതിച്ച് പറയുന്നു, സമാധാനത്തിനായി അത്യന്ത കയ്പായതാണ് എനിക്ക് ഭവിച്ചത്. രോഗം എനിക്ക് കയ്പാണ്, സൗഖ്യം എനിക്ക് സമാധാനമാണ്. ഒരിക്കൽ കൂടെ, രോഗം നിങ്ങൾക്ക് കയ്പാണ്, എന്നാൽ സൗഖ്യം നിങ്ങൾക്ക് സമാധാനമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, സൗഖ്യം എനിക്ക് സമാധാനമാണ്. യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ ആ ദൈവിക സൗഖ്യം. സൗഖ്യം നിങ്ങൾക്ക് സമാധാനമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ രോഗം ചുമന്ന്, ബലഹീനത ചുമന്ന് ആരെങ്കിലും എത്തി എങ്കിൽ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത സൗഖ്യദായകനാകുന്ന കർത്താവ് എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഇൻ ജീസസ് നെയിം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ പകലാകട്ടെ. ഹല്ലേലൂയ. ഓ, നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സൗഖ്യത്തിന്റെ കർത്താവ് യേശുവിൽ അത് റിഫ്ലക്ട് ചെയ്യുകയാണ്. യെശയ്യാ പ്രവചനം 53:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി സമാധാനം ആയി തീർന്നു. സങ്കീർത്തനം 85:10 പറയുന്നു, നീതിയും വിശ്വസ്തതയും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അർത്ഥം, സ്തോത്രം, യേശുവിൻ്റെ 2 കൈകൾ, അതുപോലെ യേശുവിൻ്റെ 2 കാലുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ആണിയടിക്കുമ്പോൾ ക്രൂശിൽ സംഭവിച്ചത്, ഓ സ്തോത്രം, അവിടെ സമാധാനമുണ്ടായി. കൊലോസ്യർ 1:20 പറയുന്നു, ക്രൂശിൽ അവന്റെ രക്തച്ചൊരിച്ചിൽ നിമിത്തം നിനക്ക് സമാധാനമുണ്ടായി. അസമാധാനം വരുത്തുന്ന സകല ദുരാത്മാക്കളും പൈശാചിക പോരുകളും അകന്നു നിൽക്കട്ടെ. യേശുവിന്റെ രക്തത്തിൽ സമാധാനമുണ്ട്. ഓ കമാൻ, കേട്ടില്ല? യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. അക്കൗണ്ടിൽ പണം നിറയുമ്പോഴല്ല, അടുത്ത ഡിഗ്രി കിട്ടുമ്പോഴല്ല, എന്തെങ്കിലും ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സമ്പാദിക്കുമ്പോഴല്ല, അതെല്ലാം നല്ലത്. അതിലുപരി ഇന്ന് പകൽക്കാലം ഇതാ യേശുവിന്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകുന്നു. 2022 മെയ് മാസം 1-ാം തീയതി അസമാധാന ശക്തികളെ, അസമാധാന ദുരാത്മ മണ്ഡലങ്ങളെ തുരത്തുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ശാപങ്ങൾ ഉടയട്ടെ, ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ലേഖനം 2:14 പറയുന്നു, യേശു നമ്മുടെ സമാധാനം. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, 2 പേരെ തൊട്ട് മുഖത്തൂക്കി പറഞ്ഞാട്ടെ, യേശു നമ്മുടെ സമാധാനം. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആരെങ്കിലും തൊട്ടുവെങ്കിൽ ആ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ സമാധാനം മാറി സമാധാന സൗഖ്യം വ്യാപരിക്കട്ടെ. 1 പത്രോസ് 2:24 പറയുന്നു, അവന്റെ ആടിയ പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വായ്, യേശു നിങ്ങളുടെ സമാധാനമായി തീർന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. അതേ, ദഹനയാഗം, ഭോജനയാഗം, സ്തോത്രം, സമാധാനയാഗം. 4-മതായി വേദപുസ്തകം പറയുന്നു, സിൻ ഓഫറിംഗ്, സ്തോത്രം, ചാട്ട ആറ്റ്. അതേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. 3 വാക്കുകൾ ഒരുമിച്ച് ചെയ്താണ് CHA-TA-AT. ഈ 3 പദം ഒരുമിച്ച് ചേർന്ന് ചറ്റാറ്റ്. ഇതാണ് സിൻ ഓഫറിംഗ്. സ്തോത്രം. ഇതാണ് പാപയാഗം. എബ്രായ പദത്തിൽ CHA-TA-AT, ഇടയ്ക്ക് 2 ഹൈഫൻ ഇടാൻ മറന്നു പോകല്ലേ. സ്തോത്രം. CHA-AT-TA- അവസാനം AT-. ഒരിക്കൽ കൂടെ CHA-TA-AT-. ഡോണ്ട് വറി, എഴുതിയെടുക്കാത്തവർ സ്തോത്രം റിലാക്സ് ചെയ്തിരുന്നാൽ മതി. അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതല്ല, ഇത് സഭായോഗമാണ്. വണ്ടി മുന്നോട്ട് പോകട്ടെ. അതേ, പാപയാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞ്, എന്താണ് പാപയാഗം? രുചിയില്ലാത്ത യാഗം. കാരണം പാപം രുചിപ്പിക്കുന്നതല്ല, ദൈവത്തിന് രുചിപ്പിക്കുന്നതല്ല, ദൈവത്തെ രസിപ്പിക്കുന്നതല്ല പാപം. ദൈവത്തെ കരയിപ്പിക്കുന്നതാണ് പാപം. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നതാണ് പാപം. പാപമാണ് മനുഷ്യന് പ്രശ്നം കൊണ്ടുവന്നത്. ഒസമാവില്ലാതെ നിമിത്തമല്ല ലോകത്തിൽ പ്രശ്നമുണ്ടായത്. ലോകത്തിൽ മനുഷ്യന് എപ്പോഴാണോ പാപം ചെയ്തത്, ആ പാപമാണ് മനുഷ്യന് പ്രശ്നം കൊണ്ടുവരുന്നത്. റോമർ 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളം മരണം. എസെക്കിയേൽ 18:20 പറയുന്നു, സ്തോത്രം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും.
അയ്യോ, പാപം എന്ന് പറയുമ്പോൾ ആര് സ്തോത്രം പറയത്തില്ല കേട്ടോ. വല്ലാത്ത തലമുറയാ പാപം മനുഷ്യനെ തകർക്കുന്ന. എന്നാൽ മനസ്സിലാക്കണമേ, യേശു കർത്താവിൽ പാപം ഉണ്ടായിരുന്നതേ ഇല്ല. പാപമില്ലാത്തവനായി യേശു, നിഷ്കളങ്കനായി യേശു, സ്തോത്രം വിശുദ്ധനായി യേശു, നിനക്ക് വേണ്ടി അവൻ പാപമായി. മനുഷ്യമണ്ഡലം പറഞ്ഞു അവൻ പാപമില്ലാത്തവൻ. നരകം ദുരാത്മമണ്ഡലം പറഞ്ഞു, പൈശാചിക മണ്ഡലം പറഞ്ഞു അവനിൽ പാപമില്ല. അതിലുപരി സ്വർഗമണ്ഡലം പറഞ്ഞു അവൻ പാപമില്ല. മനുഷ്യർ പറഞ്ഞു, പിലാത്തോസ് പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഓ സ്തോത്രം. യൂദാ പറഞ്ഞു കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. സ്തോത്രം. പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു അവൻ നീതിമാനാണ്. ഓ അതെ സ്തോത്രം. ശതാധിപൻ പറഞ്ഞു വാസ്തവമായി ഇവൻ നീതിമാൻ തന്നെയാണ്. മനുഷ്യർ പറഞ്ഞു. എന്നാൽ കുറ്റം പറഞ്ഞു നടക്കുന്ന സാത്താൻ യേശുവിന്റെ വിശുദ്ധ പ്രഭാവത്തിലേക്ക്, സ്തോത്രം, വിശുദ്ധ പ്രഭാവത്തെ കണ്ടിട്ട് ആ ദുരാത്മാക്കൾ വിറച്ചിട്ട് ഈ പ്രകാരം പറഞ്ഞു, ഓ അയ്യോ സ്തോത്രം, ആരാണ് വിശുദ്ധനായ ദൈവത്തിന്റെ പുത്ര? എനിക്കും നിനക്കും എന്ത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. സാത്താൻ പറഞ്ഞു, ദുരാത്മാവ് പറഞ്ഞു യേശു കർത്താവ് പാപമില്ലാത്തവനാണ്. അതിലുപരി പിതാവായ ദൈവം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു നിങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. 2 കൊരിന്ത്യർ 5:21 ആവർത്തിച്ച് ഞാൻ പറയട്ടെ, പാപം ഇല്ലാത്തവനായ യേശു നിങ്ങൾക്ക് വേണ്ടി പാപം ആയി തീർന്നു. സ്തോത്രം. അതെ, ആ സകല സ്തോത്രം അതെ യാഗങ്ങളും യേശുവിൽ കാണുവാൻ കഴിയും. അവസാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദ ട്രസ്പാസ് ഓഫറിങ്. സ്തോത്രം. അതെ, അകൃത്യ യാഗം. അകൃത്യ യാഗം. അകൃത്യ യാഗത്തിന് ഗ്രീക്കിൽ പറയുന്നത് അസാം, ASAM. ഒരു എസ് കൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് കൽക്കട്ടയ്ക്ക് അപ്പുറത്തുള്ള ആസാമാണ് നിങ്ങൾ എഴുതിയത്. ASAM, അസാം. അസാം എന്ന് പറഞ്ഞാൽ ട്രസ്പാസ് ഓഫറിങ്, അകൃത്യ യാഗം. ട്രസ്പാസ്, അതിക്രമിച്ച് കടക്കല്ല്. ഓ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യല്ല്, അതിക്രമിച്ച് കടക്കല്ല്. സ്തോത്രം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ വൃക്ഷത്തെ നോക്കി ദൈവം ആദാമിനോട് പറഞ്ഞു ഇത് നീ തൊടല്ലേ, ഇത് സ്തോത്രം ഇത് നീ തിന്നല്ലേ, ഇത് നീ തിന്നല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം അവനത് പറിച്ചു തിന്നു. അതെ, മനുഷ്യൻ ട്രാൻസ്പാസായി, മനുഷ്യൻ സ്തോത്രം ലംഘനത്തിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് റോമർ 5 ഏകന്റെ ലംഘനത്താൽ പാപം കടന്നു വന്നു എങ്കിൽ ഏകന്റെ ലംഘനത്താൽ, ഹല്ലേലൂയ, ഏകന്റെ അനുസരണത്താൽ നീതീകരണവും കടന്നു വന്നു. ഹല്ലേലൂയ. ഓ ഒന്നാം ആദാമിനാൽ പാപം കടന്നു വന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമിനാൽ നീതീകരണവും കടന്നു വന്ന. ഞാൻ വീണ്ടും സ്തോത്രം ആവർത്തിച്ചു പറയട്ടെ. ഹല്ലേലൂയ. അകൃത്യ യാഗങ്ങള്, അതെ പാപയാഗങ്ങള്, സമാധാന യാഗം, ഓ ഭോജന യാഗം, സ്തോത്രം ദഹന യാഗം, ഈ 5 യാഗങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചോട്ടെ, 5 ഹൈവേ ഒരു ജംഗ്ഷനിൽ കൂടിയാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ 5 മഹാനദികൾ ഒരുമിച്ച് കൂടി വന്നാൽ എങ്ങനെയിരിക്കും? 5 മഹാനദികൾ ഒരുമിച്ച് കൂടുന്നത് പോലെ 5 സ്തോത്രം വലിയ ഹൈവേ ഒരുമിച്ച് ഒരു ജംഗ്ഷനിൽ കൂട്ടിമുട്ടുന്നത് പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് 5 യാഗങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയുണ്ടായി. 5 യാഗങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് സ്തോത്രം കേന്ദ്രീകരിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ ഒരു പുരോഹിതനോ ഒരു മഹാപുരോഹിതനോ കഴിയാത്തത് യേശു കർത്താവിൽ സാധിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി പെർഫെക്റ്റ് സാക്രിഫൈസ്, അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. എന്തിനു വേണ്ടി? നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് മാറുവാൻ, നിന്നിൽ നിന്ന് നിന്റെ ലംഘനം നീങ്ങുവാൻ, നിന്നിൽ നിന്ന് പാപം മാറ്റപ്പെടാൻ. ഏതോ റേഷൻ കാർഡിലും പാസ്പോർട്ടിലും ആധാർ കാർഡിലുമല്ല, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെടാൻ, നീ ദൈവത്തിന്റെ പൈതലായി തീരുവാൻ, നീ കർത്താവിന്റെ മകനാകാൻ, മകളാകാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഏറ്റവും വലിയ കാര്യം നീ ഗൾഫിൽ പോയതല്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം നീ വീട് വെച്ചതല്ല. ഏറ്റവും വലിയ കാര്യം പെണ്ണിനെ തക്ക സമയത്ത് കെട്ടിച്ചു വിട്ടതോ ആണ് കെട്ടിയെടുത്തതോ അല്ല. ഏറ്റവും വലിയ കാര്യം നിന്റെ കടം മാറിയതല്ല, നിനക്ക് ഏതെങ്കിലും ഭൗതിക നന്മ ലഭിച്ചതല്ല. ഏറ്റവും വലിയ കാര്യം, അതേ നീ ജീവനോടെ ആയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം നിന്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി കടന്നു വന്നതാണ്. കൃപയാൽ നീ രക്ഷിക്കപ്പെട്ടതാണ് നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. 5 യാഗങ്ങൾ ഒരുമിച്ച് സ്തോത്രം കർത്താവ് യേശുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, സ്തോത്രം യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
നൂറുകണക്കിന് ക്രൂസൈഡ് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു നടന്ന സംഭവമുണ്ട്. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്, ആവർത്തിച്ച് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ എം പൗലൂസിൻ്റെ മീറ്റിങ്ങിന് ശുശ്രൂഷിപ്പാൻ രാമേശ്വരത്തേക്ക് യാത്രയാകുകയായിരുന്നു. അദ്ദേഹം സ്തോത്രം ആ പാമ്പൻ പാലത്തിൽ വണ്ടി കയറിയതും ഇവിടെ ചിലർ ഉറങ്ങിയിരിക്കുന്നത് പോലെ സ്തോത്രം അതെ ആ കാറിൽ ഉറങ്ങിയിരുന്ന എന്നെ തട്ടി എണീപ്പിച്ച് നിങ്ങളെ ശല്യപ്പെടുത്തിയതുപോലെ സ്തോത്രം എന്നെ ശല്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, സുരേഷ് സ്തോത്രം ഞാൻ നല്ലൊരു കാര്യം കാണിച്ചു തരാം. അദ്ദേഹം കാറിൽ നിന്ന് എന്നെ പുറത്തേക്ക് ഇറക്കി. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം അതെ ഈ പാലത്തിൻ്റെ പേരാണ് പമ്പൻ പാലം. ആ പാമ്പൻ പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വശത്തൂടെ അത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു, ബസ്സും ട്രക്കും കാറും ഒക്കെ പോകുന്നു. അതിന് പാരലായിട്ട് ട്രെയിൻ പോകുന്നു. ആ ട്രെയിൻ പോകുന്ന പാമ്പൻ പാലം പണി കഴിപ്പിച്ചത് പണ്ട് ബ്രിട്ടീഷുകാരാണ് സ്തോത്രം അത് പണി കഴിപ്പിച്ചത്. ആ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ആ പമ്പൻ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം കപ്പൽ പോകുമ്പോൾ അത് വിടർന്നിരിക്കും, അതിന് വിടർത്തുവാൻ കഴിയും. ട്രെയിൻ പോകുമ്പോൾ അതിനെ യോജിപ്പിക്കാൻ ഗുണം കഴിയുക. സ്തോത്രം നല്ലൊരു വാച്ചർ അവിടെ ഉണ്ടായിരുന്നു. വളരെ 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 ശ്രദ്ധയോടെ വളരെ സിൻസിയറായി ആ കപ്പലിനെ തക്ക സമയത്ത് കടത്തിവിടും, ട്രെയിനിനെ തക്ക സമയത്ത് കടത്തിവിടുവാൻ അദ്ദേഹം ആ പാലത്തെ യോജിപ്പിക്കും. അങ്ങനെ രാത്രിയും പകലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ആ പാലത്തെ വിടർത്തി പാലത്തെ യോജിപ്പിച്ച് താൻ ജോലി ചെയ്തിട്ടിരുന്നു. ഒരു ദിവസം പകൽ, ഒരവധി ദിവസം, തൻ്റെ മകൻ, ഒരേ ഒരു മകൻ തനിക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ട നേരമായി. ആ കുഞ്ഞിനെ പ്രതീക്ഷിച്ച് താനിതാ ആ വഴിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അറിയിപ്പ് വരികയാണ്. ഇതാ രാമേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ പുറപ്പെടുകയാണ്. സ്തോത്രം ട്രെയിൻ പുറപ്പെടുകയാണ്. പെട്ടെന്ന് സ്തോത്രം ആ പാലം ക്രമീകരിക്കുക. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് സ്തോത്രം പാൽചക്രങ്ങൾ ഉപയോഗിച്ച് ആ പാലം ക്രമീകരിപ്പാൻ, ആ പാൽചക്രത്തെ തിരിപ്പാൻ തുടങ്ങി. അപ്പോഴേക്കും അകലെ നിന്ന് ആ മകൻ നടന്നു വരികയാണ്. ആ കുട്ടി കണ്ടു, എൻ്റെ പപ്പ ഭയങ്കരമായി അധ്വാനിക്കുന്നു, ആ പാലം താഴ്ത്താനായി പപ്പ നന്നായി അധ്വാനിക്കുന്നു. ആ ചെറുക്കൻ ഓടി വന്നു, ഒരു വശത്ത് ആ ഫുഡ് വെച്ചു. എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, പപ്പാ നീ നന്നായി വിയർക്കുന്നുണ്ട്, നന്നായി അധ്വാനിക്കുന്നുണ്ട്, ആ ഹാൻഡിലിൽ അല്പം സ്ഥലം തന്നേ, ഞാനും കൂടെ അധ്വാനിക്കട്ടെ. ആ കുഞ്ഞിൻ്റെ അധ്വാനത്തിൽ, ആ പിതാവിൻ്റെ അധ്വാനത്തിൽ ആ കുട്ടിയും കൂടെ പങ്കുചേർന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് ആ പൽചക്രത്തെ തിരിപ്പാൻ തുടങ്ങി. ഒരുമിച്ച് അവർ പൽചക്രം തിരിച്ചിരിക്കുമ്പോൾ ആ ഒരു ദുഃഖ സമയത്ത്, ഒരു കഷ്ടം നിമിഷത്തിൽ ആ കുഞ്ഞിൻ്റെ കൈ തെന്നിപ്പോയി. അവന് പരിചയമില്ലല്ലോ, അപ്പൻ്റെ അത്രയും പരിചയമില്ലായിരിക്കാം. അതുകൊണ്ട് അവൻ്റെ കൈ തെന്നിപ്പോയിട്ട് ആ പൽചക്രങ്ങളുടെ ഉള്ളിൽ അവൻ്റെ വിരലുകൾ ഉടക്കിപ്പോയി. കുഞ്ഞ് പ്രകാരം പറഞ്ഞു, പാപ്പാ എൻ്റെ കൈ ഉള്ളിലായി പോയി, എൻ്റെ കൈ സ്തോത്രം ഞാനൊന്ന് വലിച്ചെടുക്കട്ടെ, പിന്നിലേക്ക് തിരിക്കാൻ. അപ്പൻ നോക്കുമ്പോൾ അപ്പന് മനസ്സിലായി, ഇതാ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി ചില മിനിറ്റല്ല, ചില സെക്കൻഡ് കഴിയുമ്പോൾ ഈ സമുദ്രത്തിന് മുകളിലൂടെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൻ്റെ ഈ പ്രത്യേക ഭാഗത്തുകൂടെ കെട്ടിയിരിക്കുന്ന ഈ പണിതിരിക്കുന്നതായ ഈ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകേണ്ടത് ആവശ്യം. പിന്നിലേക്ക് ചലിപ്പിച്ചാൽ ട്രെയിൻ സ്തോത്രം കടലിൽ വീഴ്ത്തും. മുന്നിലേക്ക് ചലിച്ചാൽ എനിക്കെൻ്റെ മകൻ നഷ്ടപ്പെടും. രണ്ടിലൊന്ന് നഷ്ടപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒന്നുകിൽ എനിക്ക് എൻ്റെ മകനെ രക്ഷിക്കാം, ഇല്ലെങ്കിൽ ആ ട്രെയിനിലിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിക്കാം. ഏതാണ് ലാഭം? ഒരു ബിസിനസ്സുകാരനെ പോലെ അവൻ ചിന്തിച്ചു, എൻ്റെ മകനെ രക്ഷിക്കുന്നതാണോ നല്ലത്? ഇല്ല, നൂറുകണക്കിന് സ്തോത്രം അതേ ട്രെയിനിലിരിക്കുന്ന നിരപരാധികളായ പാപ മനുഷ്യരെ രക്ഷിക്കുന്നതാണോ നല്ലത്? അദ്ദേഹം അവസാനം ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഒരു ജീവൻ പോയിട്ട് നൂറുകണക്കിന് ആൾക്കാർ രക്ഷപ്പെടുന്നെങ്കിൽ അതത്രേ ഏറ്റവും നല്ലത്. തൻ പിന്നിലേക്ക് തിരിച്ച ചക്രത്തെ വീണ്ടും മുന്നിലേക്ക് ചലിപ്പാൻ തീരുമാനിച്ചു. പിന്നിലേക്കല്ല, മുന്നിലേക്ക് ചലിപ്പിപ്പാൻ താൻ തീരുമാനിച്ചു. തൻ മുന്നിലേക്ക് ആ ചക്രം ചലിപ്പിക്കുമ്പോൾ മില്ലിമീറ്ററായി സ്തോത്രം ആ വിരലുകൾ, ആ കുഞ്ഞു വിരലുകൾ, ആ കുട്ടിയുടെ വിരലുകൾ ആ പൽചക്രത്തിന് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അസ്ഥികൾ പൊട്ടി, മാംസം ചിതറി, രക്തം ധാരധാരയ പുറത്തേക്കൊഴുകി. ആ കുഞ്ഞ് നിലവിളിച്ചു, പാപ്പാ പിന്നിലേക്ക് തിരികെ, പാപ്പാ നീ എന്തൊരു ക്രൂരനാണ്, ഞാൻ
ഞാനതാ തകർക്കപ്പെടുകയാണ്. അപ്പൻ ദൂരേക്ക് സ്തോത്രം ഏതോ ഒരു അന്തരീക്ഷത്തിലേക്ക് ഏതൊരു ദിശയിലേക്ക് തല തിരിച്ചിട്ട് അവൻ ആ ചക്രത്തെ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നു. കൈകൾ കാലുകൾ ആ കുഞ്ഞിന്റെ തകർക്കപ്പെട്ടു, ശരീരഭാഗം തകർക്കപ്പെട്ടു. ഒരു റബ്ബർ ബോൾ പോലെ ആ തല സ്തോത്രം അത് പൊട്ടിത്തെറിച്ചു. അവസാനം പാലം യോജിച്ചു. അടുത്ത സെക്കൻഡിൽ ആ ട്രെയിൻ കുതിച്ചുകൊണ്ട് സ്തോത്രം ആ പാലത്തിലൂടെ മുന്നിലേക്ക് പോകുകയാണ്. ആ പാലത്തിലൂടെ സ്തോത്രം സുരക്ഷിതമായി ട്രെയിൻ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അലറി കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മകനിതാ തകർന്ന് സ്തോത്രം അതി തരിപ്പണമായി ആ മണ്ണിൽ മുഴുവൻ രക്തക്കറ പുരണ്ട് തകർന്നു കിടക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ യാത്ര സുഗമമാകാൻ, എൻ്റെ ജീവിതം സുഗമമാകാൻ, നിന്റെ ഭാവി സുരക്ഷിതമാകാൻ, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ, നിനക്ക് നന്മയുണ്ടാകാൻ, നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നീ ദൈവ പൈതലാകാൻ, അതിലുപരി നീ നിത്യതയിൽ എത്തുവാൻ, നീ സ്വർഗത്തിലെത്തുവാൻ, നീ ദൈവത്തിന്റെ പൈതലായി തീരുവാൻ, നീ പരിശുദ്ധാത്മാവിൽ നിറയാൻ, നീ അന്യഭാഷ പറവാൻ, നീ പ്രവചിപ്പാൻ, നീ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവമായ കർത്താവ് സ്വന്തം മകനാകുന്ന യേശു കർത്താവിനെ തകർത്ത് കളഞ്ഞു. ഏത് പുസ്തകം പറയുന്നു? God bruised him. ദൈവം അവനെ തകർത്ത് കളഞ്ഞു. കണ്ണുനീരില്ലാത്ത സഭായോഗം നമുക്ക് വേണ്ട. Come on, കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറഞ്ഞാട്. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ in Jesus name വിളിച്ചു പറ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം അവനെ തകർത്ത് കളഞ്ഞു. എന്തിനു വേണ്ടി? നീ ദൈവത്തിന്റെ മകനാകാൻ. ഇന്ന് പകൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്തെങ്കിലും നീ നേടിയെങ്കിൽ, നിന്റെ മനക്കരുത്തല്ല, നിന്റെ മസിൽ സ്ട്രെങ്ത് അല്ല, എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ലഭിച്ചെങ്കിൽ കർത്താവിന്റെ ശുദ്ധ കൃപയ്ക്കാണ്. കർത്താവിന്റെ ശുദ്ധ കൃപ. 2 കരങ്ങൾ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 യാഗങ്ങൾ ഒരുവനിൽ സ്തോത്രം ഇതാ കേന്ദ്രീകൃതമായി. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് സ്തോത്രം അതേ ആ യാഗമായി അവൻ തകർന്ന് കിടന്നപ്പോൾ വിളിച്ചു ചോദിച്ചു, മൈ ഗാഡ് വൈ ഹാസ് thou forsaken me? എൻ്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? പിതാവായ ദൈവം അവനെ തകർത്ത് കളഞ്ഞത് നിന്നെ ലഭിപ്പാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നീ ഉണ്ടായിരുന്നു. നിന്നെ ഓർക്കാൻ ആരുമില്ലായിരിക്കാം, നിന്നെ കരുതാൻ ആരും കാണത്തില്ലായിരിക്കാം, നിന്നെ ചിന്തിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവം ചിന്തിച്ചെന്നല്ല ഞാൻ പറയുന്നത്, അന്ന് ലോക സ്ഥാപനത്തിന് മുൻപേ ഉള്ളതായ ദ മാസ്റ്റർ പ്ലാൻ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വലിയ പദ്ധതി ക്രൂശിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തി. യേശു നിനക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യേശുവിനെ സ്നേഹിക്കുന്നവർ 2 കരങ്ങളെ ഉയർത്തിയാട്ടെ. ആ യേശുവിനെ സ്നേഹിക്കുന്നവർ 2 കരങ്ങളെ ഉയർത്തിയാട്ടെ. ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുകയാണ്. 5 യാഗങ്ങൾ ക്രൂശിൽ വെളിപ്പെട്ടെങ്കിൽ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു ലിവിങ് സാക്രിഫൈസ്, ഒരു ജീവനുള്ള യാഗം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്തോ യാഗം? ജീവനുള്ള യാഗം. സ്തോത്രം. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ സ്തോത്രം അതേ പുരോഹിതന്മാർ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ചിലപ്പോൾ കതിരുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മാവുണ്ടായിരിക്കാം, ചിലപ്പോൾ ആടായിരിക്കാം, ചിലപ്പോൾ മാടായിരിക്കാം അവൻ്റെ കയ്യിലുള്ളത്. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടത് യാഗപീഠത്തിൽ വെക്കുമ്പോൾ, ആ മൃഗത്തെ കൊന്നു വയ്ക്കുമ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ആ ആട്, ആ മാട്, ആ കതിര് യാഗപീഠത്തിൽ ഇരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ചത്തിട്ടല്ല, ജീവനുള്ളപ്പോൾ തന്നെ നാം യാഗമായി ജീവിക്കുകയാണ്. ഒരിക്കൽ കൂടെ, മരിച്ചിട്ടല്ല, നാം ജീവനോടെ യാഗമായി ജീവിക്കുകയാണ്. അതിൻ്റെ പേരാണ് ആരാധന. 4 പാട്ടല്ല ആരാധന, 2.5 മണിക്കൂർ വന്നിരുന്നിട്ട് പോകുന്നതല്ല ആരാധന. ഇന്ന് ഞായറാഴ്ചയല്ലേ അങ്ങ് കൂടിയേക്കാം, അതല്ല ആരാധന. യാഗമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. ത്യാഗത്തോടെ യാഗമായി ഒന്ന് ജീവിച്ചു നോക്ക്, അവിടെ കർത്താവ് ഇറങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകം പറയുന്നു, ആഫ്റ്റർ ദ ക്ലെൻസിംഗ് പ്രോസസ് ഓഫ് ഗാഡ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ നോഹാപ്പച്ചൻ ഇതാ കർത്താവിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുമ്പോൾ ഹല്ലേലൂയ സൗരഭ്യ വ്യാസന സ്വർഗത്തിലേക്ക് ഉയർന്നു. സ്വർഗത്തിൽ സൗരഭ്യ വ്യാസന എത്തിയപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു. കുഞ്ഞെ, ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങുന്നെന്ന്, ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങുമെന്ന്, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമെന്ന്
പോകുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് MP യോ MLA യോ അല്ല, നേതാവോ മന്ത്രിയോ അല്ല നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്, നിനക്ക് വേണ്ടി ചലിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽപ്പാൻ നീ വാ തുറക്കണം, നീ ആരാധിക്കണം. ബാങ്കായി നീ ഓടിയത് കൊണ്ട് കാര്യമില്ല. മനുഷ്യന്റെ പിന്നാലെ ഓടിയിട്ട് ഒരിക്കലും നിനക്ക് രക്ഷ നേടാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് സംസാരിപ്പാൻ കഴിയാത്തവരോട് ദൈവം സംസാരിപ്പാൻ വേണ്ടി പോകുന്നു. നിനക്ക് ചലിപ്പിപ്പാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ഈ 5-ാം മാസം ചലിപ്പിപ്പാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. 5-ാം മാസം നിനക്ക് മറുപടിയുടെ മാസമാണ്. ആർക്ക് വേണം? 5-ാം മാസം നിനക്ക് മറുപടിയുടെ മാസമാണ്. 5-ാം മാസം നിനക്ക് പരിഹാരങ്ങളുടെ മാസമാണ്. 5-ാം മാസം നിനക്ക് മറുപടിയുടെ മാസമാണ്. ഹല്ലേലൂയ. അതിനു വേണ്ടി ആരാധന ഉയരട്ടെ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവജനം ദൈവത്തെ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. കിട്ടത്തില്ല, നടക്കത്തില്ല, സംഭവിക്കത്തില്ല, അത് പോയി എന്ന് നീ പറഞ്ഞു വച്ചിരിക്കുന്നത് അത് കിട്ടും, അത് നടക്കും, അത് സംഭവിക്കും. Come on. Hallelujah. സംഭവിക്കും. കാരണം ദൈവം ഇറങ്ങുകയാണ്. ഓ, ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങുകയാണ്. ആർക്ക് വേണം? ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ ആരൊക്കെ ആരാധിക്കും? ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ആരാധിപ്പിക്കുകയല്ല, നമ്മൾ അങ്ങ് ആരാധിക്കുകയാണ്. ക്രൂശിനെ ഓർത്തിട്ട്, ദൈവസ്നേഹം ഓർത്തിട്ട്, അവൻ എനിക്കും നിനക്കും വേണ്ടി ചെയ്തത് ഓർത്തിട്ട് നമ്മൾ അങ്ങ് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്നവർ പരപ്രേരണയില്ലാതെ ശബ്ദമുയർത്തി പരപ്രേരണയില്ലാതെ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, 4 കാര്യങ്ങൾ ജീവനുള്ള യാഗത്തിൽ സമർപ്പിക്കപ്പെടുന്നതായി വേദപുസ്തകം പറയുന്നു. പെട്ടെന്ന് പറഞ്ഞ കർത്തൃമേശ, സ്തോത്ര കർത്തൃമേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്പർ 1, ഒന്നാമതായി തിരുവചനം പറയുന്നു, നിന്റെ പ്രാണനെ അർപ്പിക്കുന്നു. 2ാമത് ബോഡി, നിന്റെ ശരീരത്തെ അർപ്പിക്കുന്നു. 3 നിന്റെ മനസ്സ്. 4 നിന്റെ ഇച്ഛ. 4 കാര്യങ്ങളെയാണ് ലിവിംഗ് സാക്രിഫൈസായി, ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നത്. എവിടെ കിടക്കുന്നു? ആദ്യം വായിച്ച റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, 2022 മെയ് മാസം 1-ാം തീയതി, സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്പിരിച്വൽ സർവീസ് ഒന്നാമതായി പറയുന്നത് ആത്മീയ സ്തോത്രം ആരാധന. സ്പിരിച്വൽ സർവീസ് ഇവിടെ സംഭവിക്കുന്നത്, സ്തോത്രം, നിന്റെ പ്രാണനെ കർത്താവിന്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാവിനെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. സ്തോത്രം. ഒന്നാമതായി നിന്റെ ആത്മാവിനെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. സമർപ്പണമാണ്. എടുക്കുന്നതല്ല ആരാധന, കൊടുക്കുന്നതാണ് ആരാധന. ആരും മിണ്ടുന്നില്ല. എടുക്കുന്നതല്ല ആരാധന, കൊടുക്കുന്നതാണ് ആരാധന. ഒരു സംഭവം പറയാം. സ്തോത്രം. അതെ, ആ സ്ത്രീ വരികയാണ്. അവൾ ഒഴിഞ്ഞ കൈയോടെയല്ല വരുന്നത്, വെൺകൽ ഭരണിയുമായി അവൾ വരികയാണ്. അവൾ പാട്ടുപാടിയില്ല, അവൾ കൈയടിച്ചില്ല, അവൾ സ്തോത്രം പറഞ്ഞില്ല, അവൾ തുള്ളിച്ചാടിയില്ല. പകരം അവൾ ചെയ്തത്, കയ്യിലുണ്ടായിരുന്ന വെൺകൽ ഭരണി ഉടച്ചു യേശുവിൻ്റെ പാദത്തിൽ, യേശുവിൻ്റെ സ്തോത്രം പാദത്തിലിടുന്നു. അതിന് മുൻപ് അവൻ്റെ തലയിൽ ഒഴിച്ചു. അതിൻ്റെ പേര് ആരാധനയാണ്. നമ്മൾ എടുക്കാനല്ല വന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഒരാഴ്ചത്തേക്കുള്ളത് പ്രാപിക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. പിന്നെ ഇത് റേഷൻ കടയല്ലേ. സ്തോത്രം. അത് എടുക്കുന്നതല്ല ആരാധന, കൊടുക്കുന്നത് ആരാധന. കേട്ടോ? ആമേൻ പറഞ്ഞേ. ആരാധന. ഒന്നാമത് ദൈവത്തെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കുന്നവൻ തന്റെ ആത്മാവിനെ കൊടുക്കുന്ന. ദൈവത്തെ ആരാധിക്കണം. 2 പേരെ തൊട്ട് വേഗത്തിൽ 3 പേരെ തൊട്ട് പറഞ്ഞോട്ടെ. ദൈവത്തെ ആരാധിക്കണം. ആരാധന തെറ്റിപ്പോകല്ല, ആരാധന മാറിപ്പോകല്ല, ആരാധനയുടെ സ്തോത്രം അതേ ദിശ മാറല്. ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, സൂര്യനെ നിർമ്മിച്ചവനെയാണ് ആരാധിക്കേണ്ടത്. ചന്ദ്രനെ അല്ല ആരാധിക്കേണ്ടത്, മേഘം കൊണ്ട് മറയുന്ന ചന്ദ്രനെയല്ലേ ആരാധിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ സർവശക്തനായ കർത്താവ്, ആ ദൈവത്തെ അത്രേ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. പാമ്പും പഴുതാരയുമല്ല ദൈവം, പാമ്പിനെയും പഴുതാരയുമല്ല ആരാധിക്കേണ്ടത്. തിരു അനന്തപുരം കേൾക്കട്ടെ, തിരു അനന്തപുരം പാമ്പിനെ അല്ല ആരാധിക്കേണ്ടത്. പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർത്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യഹൂദ ഗോത്രത്തിലെ സിംഹം കർത്താവ് യേശു, അവനെ അത്രേ നീ ആരാധിക്കേണ്ടത്.
ഹല്ലേലൂയ. അവനെ ആരാധിപ്പാൻ ഒന്നാമതായി നിന്റെ ആത്മാവിൽ അവൻ ഉണ്ടായിരിക്കണം. ആത്മാവിനെ അവൻ രക്ഷിച്ചിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ആത്മരക്ഷ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ രക്ഷ? ആത്മരക്ഷ. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്. സ്തോത്രം. ഗ്രീക്കിൽ അത് എഴുതിയിരിക്കുന്നത് സൊട്ടേറിയ എന്ന പദമാണ്. സൊട്ടേറിയ, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൊട്ടേറിയ, നീ സ്തോത്രം, അതെ, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആത്മരക്ഷ കർത്താവ് നൽകിയിരിക്കുന്നു. എബ്രായ ലേഖനം 12:9, ആത്മാക്കളുടെ പിതാവ് നിനക്ക് ആത്മരക്ഷ നൽകിയിരിക്കുന്നു. 7 കാര്യമാണ് ആത്മരക്ഷയിൽ കിടക്കുന്നത്. 1, കർത്താവ് നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ത്യജിക്കുന്ന ലോകത്ത് ദൈവം നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. മനുഷ്യൻ പറയായിരിക്കും നിനക്ക് താടി കൂടിപ്പോയി, മനുഷ്യൻ പറയായിരിക്കും നിനക്ക് നിറം കുറഞ്ഞു പോയി, മനുഷ്യൻ പറയായിരിക്കും നിനക്ക് വണ്ണമില്ല, നിന്നെ കണ്ടിട്ട് പഴയ സോഡാക്കുപ്പി പോലെ ഇരിക്കുന്നു. എന്നാൽ തമ്പുരാൻ പറയും, നോ പ്രോബ്ലം മക്കളെ, മനുഷ്യർ തള്ളട്ടെ. ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്റെ നിറവുകളല്ല, നിന്റെ കുറവുകളോടെ ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 2, ദൈവം നിന്നെ വിടുവിച്ചിരിക്കുന്നു. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ദൈവം നിന്നെ വിടുവിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ സാത്താന്യ പിടിയിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിനക്കൊരു വിടുതൽ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ക്ഷുദ്രത്തിനും ഒരു ഭൂതത്തിനും ഇനി നിന്നെ കെട്ടുവാൻ കഴിയത്തില്ല. എത്ര പേർ ആമേൻ പറയുന്ന? ഒരു ക്ഷുദ്രത്തിനും ഒരു ഭൂതത്തിനും നിന്നെ കെട്ടുവാൻ കഴിയത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ചൊവ്വാഴ്ച കെട്ടിയാലും അവൻ വെള്ളിയാഴ്ച കെട്ടിയാലും ഏത് നിറത്തിൽ ഇട്ട് കെട്ടിയാലും ആ കെട്ടിനി സ്തോത്രം ഫലിക്കത്തില്ല. അവൻ അമാവാസി കെട്ടിയാലും അവൻ പൗർണമാസിയിൽ കെട്ടിയാലും ആ കെട്ടുന്നവന്റെ പൈസയും പോയി, സമയം പോയി, എനർജിയും പോകത്തുള്ളൂ. കാരണം നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വാരികവനത്രേ. രക്ഷിക്കപ്പെട്ടോ, വിടുവിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും സ്തോത്രം. അതേ, ദൈവം നിന്നെ സെക്യൂരിറ്റി തന്നിരിക്കുന്നു, സംരക്ഷണ നിനക്കുണ്ട്. നീ തുറന്നു കിടക്കുന്ന വയലല്ല, നീ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലേ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാം. മെഡിക്കൽ കോളേജ് പോലീസല്ല ചോദിക്കുന്നത്, അപ്പുറത്തെ നിയമസഭയിൽ നിന്നും AKG സെന്ററിൽ നിന്നും അല്ല ചോദ്യം വരുന്നത്. മേലത്തെ യഹോവ തിജ്കനു. ഓ നീതിയായ ദൈവം നിന്നെ വല്ലവനും തൊട്ടാൽ, നിന്നെ കിട്ട ആരെങ്കിലും പണിതാൽ എന്റെ ദൈവം ചോദിക്ക്. കാരണം നിനക്ക് സെക്യൂരിറ്റി ഉണ്ട്, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിനക്കായി കരുതുന്നു. എത്ര പേർ പറയുന്നു, ദൈവം എനിക്കായി കരുതി. Come on, hallelujah. കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. എനിക്ക് നേരെയല്ല, പെട്ടെന്ന് പറയട്ടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ 5-ാം മാസത്തിൽ കടന്നു വരുന്നുണ്ട്. നീ ആരുടെയും പിന്നാലെ അങ്ങോട്ട് പോകുന്നില്ല. പകരം ദൈവകൃപയാൽ ഹല്ലേലൂയ നിന്റെ ഫോൺ ഓഫ് ചെയ്യല്. ആരാണ്ട് നിനക്ക് സർപ്രൈസായി ദൈവത്തിന്റെ കരുതലുമായി കടന്നു വരുന്നുണ്ട്. ഇത് നിന്റെ കരുതലിന്റെ ദിവസങ്ങളാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി യഹോവ ഇരേ അടഞ്ഞു കിടക്കുന്ന മേഖലകളിൽ ദൈവിക കരുതൽ നൽകുന്ന, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിനക്കുള്ളതാണ് ദൈവിക സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ പല ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അവരെ മുഴുവൻ ബഹുമാനിച്ചിട്ട് പറയുന്നു, ഒരു പാരസെറ്റമോളിന് പോലും നീ പൈസ ചെലവാക്കേണ്ടി വരത്തില്ല. കാരണം എന്ത്? അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാരണം നിനക്ക് സൊട്ടേറിയ ഉണ്ട്, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു. നരകത്തിൽ നിന്നും സാത്താനിൽ നിന്നും ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. അത് ഇങ്ങനെ പലത് പറവാൻ കൊണ്ട് കഴിയും. ആത്മാവിന്റെ രക്ഷ. അതുകൊണ്ട് ആത്മാവിനെ സമർപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി ചോദിക്കുക, രക്ഷിക്കപ്പെട്ടോ? ചോദിക്കുക, രക്ഷിക്കപ്പെട്ടോ? എന്തോ പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ, സ്തോത്രം, അറിയത്തില്ല എന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ, എനിക്ക് അതെന്തോന്ന് എന്നാരെങ്കിലും ചോദിച്ചെങ്കിൽ, അങ്ങനെ ചോദിച്ചവരെ ദയവായി എണീപ്പിച്ച് മുന്നിലേക്ക് വിട്ടാട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കാരണം ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം. ഒരു പ്രസിഡന്റും നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പ്രധാനമന്ത്രി നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു സ്ഥാപനം നിനക്ക് വേണ്ടി മരിച്ചില്ല, അമ്മ മറിയം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഗീവർഗീസ് പുണ്യവാളൻ നിനക്ക് വേണ്ടി മരിച്ചില്ല, വേളാങ്കണ്ണിയും വെട്ടുകാടൻ നിനക്ക് വേണ്ടി മരിച്ചില്ല, ബാലരാമപുരം കിളിമാനൂരും നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ മാത്രം രക്ഷകൻ.
മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നസ്രേനായ യേശുവിൻ്റെ നാമമത്രേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ യേശുവിൻ്റെ നാമത്തെ നീ ഉയർത്തുമ്പോൾ, കുടുംബങ്ങളെ, വ്യക്തികളെ ആ യേശുവിൻ്റെ നാമത്തെ നീ ഉയർത്തുമ്പോൾ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്നവരെ ഹൈ ഫൈ കൊടുത്ത് പറയും, ഇത് പ്രൊമോഷൻ്റെ ജീവിതമാണ്. പറഞ്ഞാട്ടെ, ഇത് പ്രൊമോഷൻ്റെ ജീവിതമാണ്. ക്രൈസ്റ്റ് സെൻ്ററിലുള്ള സകല കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തണം. ആരെക്കുറിച്ചും സ്തോത്രം, അതെ, ഒരിക്കലും ആരുടെ മുമ്പിലും യേശുവിനെ കുറിച്ച് പറവാൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ഈ പുസ്തകം കവറിലിട്ട് ഒരിക്കലും കൊണ്ടുവരല്ല. ഈ പുസ്തകം സഭായോഗത്തിന് പുസ്തകമില്ലാത്ത ഒറ്റെണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് കയറ്റത്തില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ ആ വാതിക്ക് നിൽക്കാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. ഈ പുസ്തകം കവറിലിട്ടല്ല നീ കൊണ്ടുപോകേണ്ടത്. നാണിച്ച് തല കുനിച്ച് ഫ്രണ്ട്സിനെ കാണാതെ ഇത് ഉയർത്തിയാണ് കൊണ്ടുവരേണ്ടത്. കാരണം ഈ പുസ്തകത്തെ ഉയർത്തുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുന്നു. ഹല്ലേലൂയ. അല്ലാതെ പാളയത്ത് മീൻ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങോട്ടും കൂടെ വെറുതെ വന്ന് കയറി ഇറങ്ങിയ ഇത് ബൈ റോഡല്ല, ഇത് ഹൈവേ ആണ്. നിന്റെ ജീവിതത്തിന് ഒന്നാം സ്ഥാനം കർത്താവായിരിക്കട്ടെ. യേശുവിനെ ഉയർത്തി ജീവിക്കുക. ബ്രദർ DGS ദിനകരൻ സാധാ ബാങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടാണ് പ്രവേശിച്ചത്. ആ മനുഷ്യന് സ്തോത്രം, ആ മനുഷ്യന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലായിരുന്നു. ബാങ്കിൽ വന്നവനും പോയവനോടും അദ്ദേഹം സുവിശേഷം പറയുമായിരുന്നു. ആ ബാങ്കിലിരുന്ന് ചെറിയ അളവിൽ തൻ്റെ ശുശ്രൂഷ തുടങ്ങി. 5 മണി കഴിയുമ്പോൾ സ്തോത്രം ബാങ്കിൽ നിന്ന് ഇറങ്ങി ഓടി ജോലി മുഴുവൻ ചെയ്യേണ്ടതുപോലെ കൃത്യമായി 1.5 ആളിൻ്റെ പണി എടുത്ത ശേഷം ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഓടി അദ്ദേഹം സ്തോത്രം കൊച്ചു മീറ്റിങ്ങിന് പ്രസംഗിച്ച് നടന്നു. റെസ്റ്റ് നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്. സ്തോത്രം, 10,000 പാസ്റ്റർമാർക്ക് ഒരുമിച്ച് കൂടിയാൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു പുരുഷായുസിൽ ആ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത് യേശുവിൻ്റെ നാമത്തെ ഉയർത്തി അവസാനം താൻ വോളണ്ടിയർ റിട്ടയർമെന്റിൽ സ്തോത്ര ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേ സൗത്ത് ഇന്ത്യയുടെ മാനേജറായിട്ടാണ് താൻ പുറത്തിറങ്ങിയത്. എങ്ങനെ ഉയർന്നു? പടിക്കെട്ടുണ്ടായിരുന്നോ? ലിഫ്റ്റ് ഉണ്ടായിരുന്നോ? പടി വേണ്ട മക്കളെ, ലിഫ്റ്റ് വേണ്ട. യാക്കോബിൻ്റെ ഗോവീണി അപ്പച്ചനെ ഇറക്കി വെച്ച് അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഉയർത്തുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ ജനം മാനിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, അത് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ആത്മാവിനെ സമർപ്പണം. 2 വേദപുസ്തകം പറയുന്ന ആ വാക്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ശരീരത്തെ സമർപ്പിക്കുന്നു. പറഞ്ഞാട്ടെ, ശരീരത്തെ സമർപ്പിക്കുന്നു. സ്തോത്രം, ബുദ്ധിയുള്ള ആരാധനയിൽ നിന്റെ ബോഡിയെ സമർപ്പിക്കുന്നു. നിന്റെ ബോഡിയെ കൊടുക്കാതെ ആത്മാ മാത്രം കൊടുത്തിട്ടുണ്ട്. ബോഡി എനിക്കുള്ള കൊക്കം ബീച്ചുകളൊക്കെ ചെയ്യാൻ നടക്കത്തില്ല. നിന്റെ ആത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ശരീരം നിന്റേതല്ല. ഈ ബോഡി എനിക്കുള്ളതല്ല, നിന്റെ ബോഡി നിനക്കുള്ളതല്ല. ഈ ശരീരം നിന്റേതല്ല, ഈ ശരീരം വേറെ ആർക്കോ ഉള്ളതല്ല. പകരം ഈ ശരീരത്തിന്റെ ഓണർ കർത്താവാണ്. കാരണം ഈ ബോഡിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, ഓ ദിസ് ബോഡി, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ടെമ്പിൾ ഓഫ് മൈറ്റി ഗാഡ്. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. എത്ര പേർ ആമേൻ പറയുന്നത്? ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് ക്യാൻസറിനെ ഒളിച്ചിരിക്കാനുള്ള ഇടമല്ല. ഇത് സ്ട്രോക്കിന് പതുങ്ങിയിരിക്കാനുള്ള സ്ഥലമല്ല. ഇത് രോഗങ്ങളെ ഒളിത്താവളമല്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഇന്ന് പകൽ കണ്ടുപിടിച്ച് ഒളിച്ചിരിക്കുന്ന കള്ളന്മാരെ കണ്ടുപിടിച്ച് ഈ ബോഡിയിൽ, ഈ അസ്ഥിയിൽ, ഈ മജ്ജയിൽ, ഈ മാംസത്തിൽ, ഈ രക്തത്തിൽ ഒളിച്ചിരിക്കുന്ന സകല രോഗക്കെട്ടുകൾ ഇറങ്ങി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കാരണം ഈ ശരീരം അത് ദൈവത്തിന്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:17 വേദപുസ്തകം പറയുന്നു, one who defile the body, God will destroy him. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുക. അർത്ഥം സ്തോത്രം, ഇന്ന് പകൽ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന രോഗാത്മാവിനെ ഈ ദൂതിന്റെ മുൻപിൽ ദൈവം നശിപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ. രോഗക്കെട്ടുകളെ ദൈവം നശിപ്പിക്കുകയാണ്. ആ ക്യാൻസർ നശിക്കട്ടെ, ആ ബലഹീനത നശിക്കട്ടെ, ആ പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കൈയടിക്കാൻ നിങ്ങൾ നേരെ കരങ്ങൾ അടിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ജനം സൗഖ്യമാകട്ടെ. നിന്റെ ബോഡിയെ ദൈവകരത്തിൽ കൊടുക്കുന്നു. വികാരങ്ങൾക്കും വിചാരത്തിനും വേണ്ടി ഇട്ടുകൊടുക്കേണ്ടത് ബോഡി. പകരം സ്തോത്രം, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. നമ്പർ 3, നിന്റെ മനസ്സിനെ സമർപ്പിക്കുന്നു. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന 3 സ്തോത്രം, നിന്റെ മനസ്സിനെ സമർപ്പിക്കുന്നു. നമ്മുടെ മനസ്സ് തിരുവനന്തപുരം മനസ്സല്ല, നമ്മുടെ മനസ്സ് കേരളത്തിന്റെ മലയാളി മനസ്സല്ല. പകരം നമ്മുടെ മനസ്സ് കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ആരുടെ മനസ്സാണ്? ക്രിസ്തുവിന്റെ മനസ്സ്. പറഞ്ഞാട്ടെ, ആരുടെ മനസ്സാണ്?
ക്രിസ്തുവിൻ്റെ മനസ്സ്. ശബ്ദം ഉയർത്തി പറഞ്ഞ് ആരുടെ മനസ്സാണ്? ക്രിസ്തുവിൻ്റെ മനസ്സ്. ഞാൻ ഇങ്ങനെ പറയും ബ്രദർ, മനസ്സ് മാറിയാൽ ജീവിതം മാറും. മനസ്സ് മാറിയാൽ ജീവിതം മാറും. വീട് മാറിയാൽ ജീവിതം മാറത്തില്ല. ജോലി മാറിയാൽ ജീവിതം മാറത്തില്ല. നാട് മാറിയാൽ ജീവിതം മാറത്തില്ല. നിന്റെ മനസ്സ് മാറിയാൽ ജീവിതം മാറും. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ വിചാരങ്ങൾ, അതായത് എൻ്റെ മനസ്സല്ല നിങ്ങളുടെ മനസ്സ്, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. 55:8-9 എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. സ്തോത്രം. ദൈവത്തിൻ്റെ മനസ്സ് അഥവാ ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഞെരുക്കമല്ല. ദൈവത്തിൻ്റെ മനസ്സ് വിശാലമാണ്. യേശുവിൻ നാമത്തിൽ വിശാലതയുടെ മനസ്സ് സ്തോത്രം ജനത്തിനുണ്ടാകുമാറാകട്ടെ. വിശാലതയുടെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. ഫിലിപ്പിയർ 2:6 ക്രിസ്തുവിൻ്റെ മനസ്സ്. ക്രിസ്തുവിൻ്റെ മനസ്സ് വളഞ്ഞ മനസ്സല്ല. വളഞ്ഞ മനസ്സ് പാമ്പിൻ്റെ മനസ്സ്. വളഞ്ഞ മനസ്സ്, വളഞ്ഞ വഴിയിലൂടെ പോകുന്ന വളഞ്ഞ മനസ്സ് പാമ്പിൻ്റെ മനസ്സ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് സിംഹത്തിൻ്റെ മനസ്സ്. സവിശവാക്യം 30:30 ഒന്നിനും വഴിമാറാതെ നടക്കുന്നവനാണ് സിംഹം. നിങ്ങൾ കേട്ടോ മക്കളെ? എന്തുവാ? ഒന്നിനും വഴിമാറാതെ നടക്കുന്നവനാണ് സിംഹം. അർത്ഥം നേരെ വാ, നേരെ പോ എന്ന് പറഞ്ഞ് വല്ലതുണ്ടെങ്കിൽ നേരെ പറയുന്നതാണ് സിംഹത്തിൻ്റെ മനസ്സ്. വല്ലതുണ്ടെങ്കിൽ അവരോട് പറയാതെ വേറെ വല്ലയിടത്തും വിളമ്പുന്നത് അത് പാമ്പിൻ്റെ മനസ്സ്. സകല പാമ്പിൻ്റെ മനസ്സുകളെ ഇന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം സിംഹത്തിൻ്റെ മനസ്സിലേക്ക് ജോയിൻ ചെയ്താട്ടെ. ഹല്ലേലൂയ. നേരെ നടന്നാട്. 84-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും സ്തോത്രം മുടക്കമില്ല. നേരമില്ല, പെട്ടെന്ന് പോകട്ടെ. സ്തോത്രം. അതേ, നിങ്ങളുടെ ആത്മാവിൻ്റെ സമർപ്പണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ സമർപ്പണം. 3 നിങ്ങളുടെ മനസ്സിൻ്റെ സമർപ്പണം. ഞാൻ നിർത്തി. 4-ാമത് നിങ്ങളുടെ ഇച്ഛയുടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പണം. വിൽ സമർപ്പിക്കപ്പെടുന്നു. വിൽ, ഹ്യൂമൻ വിൽ ദൈവത്തിൻ്റെ വില്ലിന് കീഴടങ്ങട്ടെ. ആമേൻ. സ്തോത്രം. ഹ്യൂമൻ വിൽ. നിനക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, നിനക്ക് പല ഇച്ഛകൾ ഉണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനെയാകണം, എൻ്റെ പിള്ളേർ അങ്ങനെ പോകണം. നോ 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 നോ. സ്തോത്രം. നീ ദൈവത്തോട് ചോദിച്ചോ? ദൈവത്തിൻ്റെ ഹിതത്തിൽ സ്തോത്രം നീ ആയിരിക്കുമ്പോൾ അതായിരിക്കും നിനക്ക് സംരക്ഷണം. ആമേൻ. ദൈവഹിതം എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടായിരിക്കും. ദൈവഹിതം എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവഹിതം എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടായിരിക്കും. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ സ്തോത്രം കാനഡയിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്, ടൊറോണ്ടോയിൽ നിന്ന്. സ്തോത്രം. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ന്യൂയോർക്കിൽ നിന്ന് അതേ മുംബൈയിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. അതേ മലയാളിയാണ്. രണ്ടാമതായി പറഞ്ഞ ആള് തിരുവല്ലക്കാരൻ, മഞ്ചാടി സ്വദേശി. തിരുവല്ലൂരിന് മഞ്ചാടിയുണ്ട്. സ്തോത്രം. മഞ്ചാടി സ്വദേശി മലയാളിയാണ്. നല്ല ദൈവകൃപയുള്ള ദൈവശബ്ദം കേൾക്കുന്നതായ മനുഷ്യൻ. അദ്ദേഹത്തോടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, നിന്റെ ഫ്രണ്ടിനെ നീ വിളിച്ചിട്ട് പറയണം നിന്നോടുകൂടെ ന്യൂയോർക്കിൽ വന്നിട്ട് ഒരുമിച്ച് ഫ്ലൈ ചെയ്യുവാൻ. സ്തോത്രം. നിന്നോടുകൂടെ അത് ന്യൂയോർക്കിൽ വന്നിട്ട് ഫ്ലൈ ചെയ്യാൻ. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? സ്തോത്രം. അദ്ദേഹം ഫോൺ ചെയ്തു, തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, നിൻ്റെ ഫ്ലൈറ്റ് ടൊറോണ്ടോയിൽ നിന്നല്ല, കാനഡയിൽ നിന്നല്ല, നീ ബോംബെയിലേക്ക് വരേണ്ടത് എന്നോട് കൂടെ വന്നാട്ടെ. എന്നോട് കൂടെ ന്യൂയോർക്കിൽ വാ, നമുക്ക് ഒരുമിച്ച് ഫ്ലൈ ചെയ്യാം. അവസാനം മനസ്സോടെ ആ മനുഷ്യൻ പറഞ്ഞു, അല്പം പൈസ നഷ്ടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നോ പ്രോബ്ലം, കർത്താവല്ലേ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് കൊണ്ട് നമുക്ക് അങ്ങ് അനുസരിക്കാം. മനുഷ്യൻ പറയുന്നത് കൊണ്ടല്ല, കർത്താവ് പറഞ്ഞിട്ട് നഷ്ടം വന്നാൽ ആ നഷ്ടം നിലനിൽക്കത്തില്ല. കർത്താവ് പറഞ്ഞിട്ട് നഷ്ടം വന്നാൽ ആ നഷ്ടത്തെ നീ മറക്കുക. കർത്താവ് പറഞ്ഞിട്ടൊരു മുറിവുണ്ടായാൽ ആ മുറിവിൻ്റെ പാട് പോലും കാണത്തില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ സ്തോത്രം അല്പം നഷ്ടം സഹിച്ച് ടൊറോണ്ടോയിലുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹം സ്തോത്രം ഇവിടെ വന്നു. അദ്ദേഹം ന്യൂയോർക്കിൽ വന്ന് രണ്ടുപേരുമായി ഒരുമിച്ച് സ്തോത്രം ഫ്ലൈ ചെയ്തു. അന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത കാലം, ഓൾമോസ്റ്റ് 10-30 വർഷം മുമ്പ് അവർ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്ത് അവർ ലണ്ടനിൽ ഇറങ്ങി. ലണ്ടനിൽ നിന്ന് ബോംബെയിലേക്ക് വരണം. ലണ്ടനിൽ അവരെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്തോത്രം ഞാൻ ടൊറോണ്ടോയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ അരമണിക്കൂർ നേരത്തെ എത്തുമായിരുന്നു. പക്ഷേ അവർ ആ ബോർഡിൽ നോക്കി, അനൗൺസ്മെൻറ്റ് മറ്റേ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ വരുന്നതായ മറ്റേ ആ സ്ക്രീനിലൊക്കെ നോക്കി, ആ ടൊറോണ്ടോയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് അരമണിക്കൂർ മുമ്പ് ഈ ആൾ പറഞ്ഞതുപോലെ വന്നോ? നോക്കി നിന്നു. സ്തോത്രം. അരമണിക്കൂറായി, 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. അപ്പോഴേക്കും അവർക്ക് പോകേണ്ട നേരമായി, അടുത്ത ബോംബെ ഫ്ലൈറ്റിന് പോകേണ്ട നേരമായി. സ്തോത്രം. മറ്റേ ഫ്ലൈറ്റ് വന്നതിൻ്റെ അറിവില്ല. പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അനൗൺസ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ആ ഫ്ലൈറ്റ് ഇനി ലാൻഡ് ചെയ്യത്തില്ല.
ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യത്തില്ല. കാരണം അത് ടൊറോണ്ടോയിൽ നിന്ന്, കാനഡയിൽ നിന്ന് പറന്നു പൊങ്ങി 3/4 മണിക്കൂറായപ്പോഴേക്കും അത് കടലിൽ വീണു, അത് തകർക്കപ്പെട്ടു. അർത്ഥം, ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. ആ പ്ലെയിൻ തകർക്കപ്പെട്ടു, ആ പ്ലെയിൻ കടലിൽ വീണുപോയി. ദൈവശബ്ദം കേട്ടപ്പോൾ, ദൈവശബ്ദം കേട്ടവൻ രക്ഷപ്പെട്ടു. വിൽ ഓഫ് ഗാഡ്, വിൽ ഓഫ് ഗാഡ്, വിൽ ഓഫ് ഗാഡ്. കാറിൽ സഞ്ചരിക്കല്ലേ, വിമാനത്തിൽ സഞ്ചരിക്കല്ലേ, നടന്ന് സഞ്ചരിക്കട്ടെ, ദൈവഹിതത്തിൽ സഞ്ചരിച്ചോട്ടെ, ദൈവഹിതത്തിൽ സഞ്ചരിച്ചോട്ടെ. ദൈവഹിതമില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമും വേണ്ട, ദൈവഹിതമില്ലാത്ത ഒരു ബന്ധങ്ങൾ വേണ്ട, ദൈവമില്ലാത്ത ഒരു കൺവെൻഷൻ വേണ്ട, ദൈവമില്ലാത്ത കോഴ്സുകൾ വേണ്ട, ദൈവമില്ലാത്ത കല്യാണങ്ങൾ വേണ്ട, ദൈവമില്ലാത്ത പരിപാടികൾ വേണ്ട. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ നിർത്തി 5 യാഗങ്ങൾക്ക് 4 സമർപ്പണങ്ങൾ. അതാണ് ലിവിങ് സാക്രിഫൈസ്. 2000 വർഷങ്ങൾക്ക് ക്രൂശിൽ വെളിപ്പെട്ടതായ 5 യാഗങ്ങൾക്ക് പകരമായി 4 തൂണുകൾ ദൈവം ചോദിക്കുന്നു. 1 ആത്മാവിൻ്റെ, 2 ശരീരത്തിൻ്റെ, 3 സ്തോത്രമാതെ മനസ്സിൻ്റെ, 4 ഇച്ഛയുടെ. ഈ 4 തൂണുകൾ ഉയരുമ്പോൾ അതിന് മുകളിൽ ഒരു മേൽക്കൂരയായി ദൈവത്തിൻ്റെ സിഗ്നേച്ചർ വീഴും. അതായിരിക്കും ദൈവം നിന്നെ ജ്വലിപ്പിച്ചു നിർത്തും. ദൈവം നിന്നെ ജ്വലിപ്പിച്ചു നിർത്തും. ദൈവം നിന്നെ ജ്വലിപ്പിച്ചു നിർത്തും. അപ്പച്ചന് ഹിതമുള്ളതായ യാഗമാണോ ഈ തലമുറയിൽ ദൈവം നിന്നെ ജ്വലിപ്പിച്ചു നിർത്തും. ഞാനത് കാണുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവിന് ഹിതമുള്ളതായ യാഗമായി നിന്റെ ലൈഫായി തീർന്നാൽ ദൈവം നിന്നെ ജ്വലിപ്പിച്ചു നിർത്താൻ വേണ്ടി പോകുകയാണ്. എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് നമ്മെ ജ്വലിപ്പിക്കാൻ വേണ്ടി പോകുന്നു. 4 പേരെ തൊട്ട് പറഞ്ഞ് കർത്താവ് നമ്മെ കത്തിച്ച്, കർത്താവ് നമ്മെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടി പോകുന്നു. കർത്താവ് നമ്മെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടി പോകുന്നു. ദൈവഹിതത്തിൽ നീ ജീവിക്കുമ്പോൾ, ദൈവത്തിന് ഹിതപ്രകാരമുള്ള ഒരു യാഗമായി നീ ജീവിക്കുന്നെങ്കിൽ ഈ തലമുറയിൽ ദൈവം നിന്നെ ഒരു കാട്ടുതീ പോലെ, മെഴുകുതിരി പോലെയല്ല, മങ്ങിക്കത്തുന്നവനല്ല, ആളിക്കത്തുവാൻ ഒരു കാട്ടുതീ പോലെ ദൈവം നിന്നെ ജ്വലിപ്പിച്ച് നിർത്താൻ പോകുന്നു. കൈയടിക്കുന്നെങ്കിൽ, കഷ്ടപ്പെട്ടെങ്കിലും നന്നായി കൈയടിച്ച്. നിങ്ങൾ ചോദിക്കാം, ബ്രദർ സുരേഷ് ബാബു ചുമ്മാ പറയല്ലേ? നോ, ചുമ്മാ പറയത്തില്ല മക്കളെ. പ്രസംഗത്തിന്റെ ഓരോ സെന്റൻസിനും ദൈവത്തിന്റെ വചനത്തിന്റെ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ദൈവഹിതത്തിൽ ആരാണോ യാഗം അർപ്പിച്ചത്, ദൈവഹിതത്തിൽ ആരാണോ യാഗം അർപ്പിച്ചത്, ഒരിക്കൽ കൂടെ ആരും മിണ്ടുന്നില്ല. ദൈവഹിതത്തിൽ ആരാണോ യാഗം അർപ്പിച്ചു. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു. കർത്താവെ നീ കണ്ടോ? ഓ, കണ്ണില്ലാത്തവര് കണ്ണ് കൊടുക്കുന്ന കർത്താവെ നീ കണ്ടോ? ഞാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ചെവി ഉണ്ടാക്കിയ ദൈവം, നാവ് ഉണ്ടാക്കിയവനായ ദൈവം 50 മക്കളെ, നീ ചെയ്യേണ്ടത് നീ ചെയ്തുവെങ്കിൽ നാട്ടുകാർ കാണെ ഞാനത് അംഗീകരിച്ചു എന്ന് ഞാനത് തെളിയിക്കും. ലേവ്യപുസ്തകം 9-ാം അധ്യായം 23-24 വാക്യ. The best part of this message കേക്ക്. ഓ സ്തോത്രം. ലേവ്യപുസ്തകം 9:23-24 വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ മോശയും അഹരോനുമായി യാഗവസ്തുവിനെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരുന്നേ. സമാഗമന കൂടാരത്തിൽ യാഗവസ്തുവിനെ കൊണ്ടുവന്ന് അവരെ അർപ്പിച്ചിട്ട് അവരെ സ്തോത്രം ജസ്റ്റ് ബാക്കിലേക്ക് മാറിയതും ജനം മുഴുവൻ കാത്തിരിക്കുക. ഓ 30 ലക്ഷം ഇസ്രായേൽ സഭ മുഴുവൻ കാത്തിരിക്കുമ്പോൾ അഹരോനും മോശയും അർപ്പിച്ചിട്ട് മാറിയതും, യോമാർ അർപ്പിച്ചത് അവന്റെ കുടുംബയോഗത്തിന്റെ ആലോചന പ്രകാരമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടല്ല, ഡീക്കനും ബോർഡും പറഞ്ഞിട്ടല്ല. യോമാർ ചെയ്തത് മുഴുവൻ തമ്പുരാൻ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തത് എന്ന് പറവാൻ. ദൈവം അതിനെ സ്തോത്രം ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ദൈവം അതിനെ ദഹിപ്പിച്ചു. നിങ്ങൾ കേട്ടോ? ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ദൈവം അതിനെ ദഹിപ്പിച്ചു. ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ദൈവം അതിനെ ഇഗ്നേറ്റ് ചെയ്ത് പൂർണ്ണ സമർപ്പണമുള്ള ആത്മാവ്, പൂർണ്ണ സമർപ്പണമുള്ള ശരീരം, പൂർണ്ണ സമർപ്പണമുള്ള മനസ്സ്, പൂർണ്ണ സമർപ്പണ ഇച്ഛയെങ്കിൽ മലയാളികളുടെ 3 കോടി മലയാളികളുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റലിൽ, ഈ പട്ടണത്തിൽ ദൈവകൃപയാൽ ആരാലും അണയ്ക്കാൻ കഴിയാത്ത ക്രമത്തിൽ, ഒരു കാറ്റിനും ഒരു പേമാരിക്കും അണയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു കാറ്റിനും ഒരു പേമാരിക്കും അണയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ ജ്വലിപ്പിക്കുന്നു. ദൈവം നിന്നെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ
ജ്വലനം, 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 ലിവിംഗ് സാക്രിഫൈസ്, ജീവനുള്ള യാഗങ്ങൾ ഇന്ന് പകൽക്കാലം മുതൽ ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ജ്വലിച്ചെന്നില്ല. വാ തുറന്ന് പോരാ, അങ്ങനെയല്ല. യേശുവിന്റെ നാമത്തിൽ. യെസ് 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 യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിർത്തി. 2-3 സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാക്കുക. സെയിം തിങ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഏലിയാവിന്റെ കാലത്ത് യഹോവേ ഞാൻ നിന്റെ ദാസനെന്ന്. ബാക്കി പറ, യഹോവേ ഞാൻ നിന്റെ ദാസനെന്ന്. സ്തോത്രം. ഈ കാര്യം മുഴുവൻ ഞാൻ നിന്റെ ഹിതപ്രകാരം, ഞാൻ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസനാണ്. എടുത്തിരിക്കുന്നത് നോക്കി പറ, നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. സഹോദരിമാർ പറ, ദൈവത്തിന്റെ ദാസിമാരാണ്. നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ദാസിമാരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ ദാസിമാരാ. കരങ്ങളൊന്ന് വീശിയാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ദാസിമാരാണെങ്കിൽ, ആമേൻ, സ്തോത്രം. ഏലിയ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്തിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, സ്തോത്രം, ദാവീദ് തന്റെ തലമുറയിൽ യഹോവയ്ക്ക് ഹിതപ്രകാരം അവൻ ശുശ്രൂഷിച്ചു. വാ, 100% ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്കൊന്ന് ശുശ്രൂഷിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടോ, മറ്റവർക്ക് ഇഷ്ടപ്പെട്ടോ, മറ്റേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ, മറ്റേ ചേട്ടന് ഇഷ്ടപ്പെട്ടോ, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ ആക്കി വെച്ച ഒരു കർത്താവുണ്ട്, നിന്നെ അഭിഷേകം ചെയ്ത ദൈവമുണ്ട്. അവനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നീ പുകഞ്ഞല്ല നിൽക്കുവാൻ വേണ്ടി പോകുന്നത്, ചതഞ്ഞ ഓടിയെ ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം പറയുന്നു, ഞാൻ നിന്നെ ജ്വലിപ്പിച്ച് നിർത്താൻ പോകുന്നു. കമാൻ. ജ്വലനങ്ങൾ വെളിപ്പെടട്ടെ. ഇരുട്ടുകൾ പിന്മാറുന്നു, ജ്വലനങ്ങൾ വെളിപ്പെടുന്നു. തീ കത്തിപ്പടരുന്നത് പോലെ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. തീ കത്തിപ്പടരുന്നത് പോലെ. കമാൻ. വായി തുറന്ന് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവം അതിനെ നിറയ്ക്കട്ടെ. തീ കത്തിപ്പടരുന്നത് പോലെ ആത്മസാന്നിധ്യം വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ പിന്മാറുന്നു. തേനീച്ച കൂട്ടം പോലെയുള്ള പോർക്കള മണ്ഡലങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഓടി മറയുന്നു. ഇൻ ജീസസ് നെയിം. ആർക്കും അടക്കാൻ കഴിയാത്തവണ്ണം ദൈവിക ജ്വലനം വെളിപ്പെടട്ടെ. ജ്വലിപ്പിച്ചാട്ടെ. പ്രവചനത്തിൽ ജ്വലിക്കട്ടെ, രോഗശാന്തിയിൽ ജ്വലിക്കട്ടെ, വചനത്തിൽ ജ്വലിക്കട്ടെ, ബുദ്ധിയിൽ ജ്വലിക്കട്ടെ. ജ്വലനം. പുകയുന്ന ഒറ്റയെണ്ണം ഇവിടേക്കില്ല. പുകയുന്ന ഒരു കുഞ്ഞും ഇവിടേക്കില്ല, ഒരു സഹോദരൻ ഇവിടേക്കില്ല. മഹാപുരോഹിതന് ഇന്ന് പകൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ കരിന്തിരികളെ മുറിച്ചു കളയുന്നു. എണ്ണയെ പകരുന്നു, അതിനെ കത്തിക്കുന്നു. നീ ജ്വലിച്ചു നിൽക്കാൻ പോകുന്നു. നിനക്കൊരു ജ്വലനമുണ്ട്, നിന്റെ പേരിൽ ജ്വലനമുണ്ട്. നിന്റെ ജ്വലനത്തിൽ നീ മാത്രമല്ല, ആയിരങ്ങൾ നിന്നോട് ചേർന്ന് ജ്വലിക്കുവാൻ പോകുന്നു.